അന്ന് ശ്രുതിയെ ആദ്യമായി പെണ്ണു കാണാൻ വന്ന ദിവസമായിരുന്നു. പയ്യനും കൂട്ടുകാരനുമാണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പെണ്ണ് കാണാൻ വരുന്നതൊന്നും അവളോട് വീട്ടിൽ നിന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വരുമ്പോൾ ശ്രുതി പനി കാരണം കിടക്കുകയായിരുന്നു. ഒട്ടും വയ്യാതിരുന്നിട്ട് കൂടി അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ചായ കൊണ്ടു കൊടുത്തു. ശ്രുതിയുടെ ആങ്ങളെയും അപ്പോൾ അവിടെ വാതിൽക്കട്ടിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചതിൽ പിന്നെ കള്ളുകുടിയന്മാരായ അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഇടയിൽ വളരെ ബുദ്ധിമുട്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് അവൾ കഴിഞ്ഞു പോന്നത്. കാണാൻ വന്ന പയ്യനും കൂട്ടുകാരനും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാം. അയാൾ ഉറക്കെ അത് പറഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ വന്ന കിരൺ ഒന്ന് തലപൊക്കി അയാളെ നോക്കി. എന്നിട്ട് കുറച്ചു കനത്തിൽ പറഞ്ഞു, എനിക്കൊന്നും സംസാരിക്കാനില്ല. പെണ്ണിനെ എനിക്കിഷ്ടമായി. കല്യാണത്തീയതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിശ്ചയിച്ചോളൂ. സംസാരമൊക്കെ കല്യാണം കഴിഞ്ഞുമാവാലോ. അല്ല, എന്നാലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോളൂ. പിന്നെ പെണ്ണിനെ ശരിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ടല്ലോ. അച്ഛൻ്റെ നിർബന്ധപ്രകാരം ശ്രുതിയുടെ അടുത്തേക്ക് സംസാരിക്കാനായി വന്നപ്പോഴും കിരൺ കനത്ത മുഖഭാവത്തിൽ തന്നെ ആയിരുന്നു. ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്ന ശ്രുതിയെ ഒരു വട്ടം ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. എനിക്കിഷ്ടമായി. ഞാൻ ഇറങ്ങട്ടെ. അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ശ്രുതിക്ക് പെട്ടെന്ന് എന്തോ ഒരു വിഷമം തോന്നി. എന്നാൽ അവൻ്റെ ആ പെരുമാറ്റവും പറച്ചിലും കേട്ടപ്പോൾ ശ്രുതിയുടെ അച്ഛനും ആങ്ങളക്കുമൊക്കെ അവനോട് മതിപ്പാണ് തോന്നിയത്. ശരിയെല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കിരൺ ഇറങ്ങാൻ തുടങ്ങി. മോൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താം, ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു. തന്നെ പെണ്ണ് കാണാൻ വന്ന പയ്യനോട് തനിച്ചൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ശ്രുതി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കിരൺ ഇറങ്ങിപ്പോയപ്പോൾ സംസാരിക്കാനായി കാത്തുനിന്ന ശ്രുതിക്ക് വല്ലാതെ നിരാശ തോന്നി. ആളല്പം ചൂടനാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെയും ഏട്ടൻ്റെയും പോലെ കടുത്ത ദേഷ്യമൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു. അച്ഛൻ്റെയും ആങ്ങളയുടെയും കുത്തുവാക്കുകളും ഉപദ്രവവും സഹിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് കല്യാണം കഴിഞ്ഞെങ്കിലും നന്നായി ജീവിക്കാമെന്ന ഒരു പ്രതീക്ഷ മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഇല്ലാത്ത കുട്ടിയായിരുന്നിട്ട് കൂടി അച്ഛനോ ഏട്ടനോ യാതൊരു സഹതാപവും സ്നേഹവും അവളോട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ ഏത് സമയവും കള്ളുകുടിയോടുകൂടി മാത്രം. ഏട്ടനും അതെ, കള്ളും കഞ്ചാവും മാത്രമായിരുന്നു ലഹരി. ഇതിനൊക്കെ ഇടയിൽ അയൽവാസിയായ ശ്രീലത ചേച്ചിയുടെ വീടുള്ളതായിരുന്നു ശ്രുതിക്ക് കുറച്ചെങ്കിലും ഒരാശ്വാസം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീലത ചേച്ചിയും ഭർത്താവും അവരുടെ 2 പെൺമക്കളും ശ്രുതിയോട് നല്ല പെരുമാറ്റമായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ മോളുടെ ഇപ്പോഴത്തെ വിഷമമൊക്കെ മാറുമെന്നും ദൈവാധീനം കൊണ്ട് നല്ലൊരു പയ്യനെ കിട്ടട്ടെ എന്നുമൊക്കെ ശ്രീലത ചേച്ചി എപ്പോഴും ശ്രുതിയെ ആശ്വസിപ്പിക്കുമായിരുന്നു. ആദ്യമായി കാണാൻ വന്ന അന്ന് തന്നെ കിരൺ കനത്ത മുഖഭാവത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ ശ്രുതി മനസ്സിലോർത്തു, ഇപ്പോളെ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും. വിഷമത്തോടെ ആലോചിച്ചുകൊണ്ട് ശ്രുതി മുറിയിലേക്ക് പോയി കട്ടിലിൽ കിടന്നു. പനി കാരണം അവൾ തളർന്നുറങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചോ കുറവുണ്ടോ എന്നുപോലും ആരും ചോദിച്ചില്ല. അച്ഛനും ആങ്ങളെയും അവരുടെ കാര്യം നോക്കി വയറ് നിറച്ച് കിടന്നുറങ്ങി. പനിയുടെ ക്ഷീണം കാരണം പിറ്റേന്ന് വളരെ വൈകിയാണ് ശ്രുതി എഴുന്നേറ്റത്. അവൾ ഉറക്കത്തിൽ നിന്നുണരുമ്പോഴേക്കും അച്ഛൻ പുറത്തേക്ക് പോയിരുന്നു. ആങ്ങള ബോധമില്ലാതെ ഫോണിൽ എന്തോ കളിച്ചുകൊണ്ട് മുറിയിൽ ഉണ്ടായിരുന്നു. ഒരുവിധം അവൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റപ്പോൾ വല്ലാത്ത ദാഹവും ക്ഷീണവും തോന്നി. പതി അടുക്കളയിലേക്ക് വെള്ളം ചൂടാക്കാനായി ചെന്നപ്പോഴാണ് അവിടേക്ക് ശ്രീലത ചേച്ചി ഒരു പാത്രവുമായി വന്നത്. പാത്രം ശ്രുതിയുടെ നേരെ നീട്ടിക്കൊണ്ട് അവർ അടുക്കളയിലേക്ക് കയറുമ്പോൾ ശ്രുതി ചോദിച്ചു, എന്താ ചേച്ചി ഇത്? ഇന്ന് അനിയേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് കൊല്ലം തികയുന്ന ദിവസമാ മോളെ. അനിയേട്ടനൊക്കെ രാവിലെ തന്നെ പോയി ബലിയിട്ട് വന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ചക്കരച്ചോറാണ്. നീ ചായ കുടിച്ചോ? പനി കുറവുണ്ടോ? ശ്രീലത ചോദിച്ചു. ശ്രുതി അപ്പോൾ അവരെ നോക്കി മെല്ലെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പനി കുറവുണ്ട് ചേച്ചി. രാത്രിയൊക്കെ നല്ല പനിയുണ്ടായിരുന്നു. പാരസിറ്റാമോൾ കുടിച്ചു കിടന്നതുകൊണ്ട് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നന്നായി ഒന്ന് വിയർത്തു. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട്. ആ, പനി വിട്ടതുകൊണ്ടാ വിയർത്തത്. ഇന്നലെ വൈകുന്നേരം പിന്നെ ഇവിടെ വിരുന്നുകാരെയൊക്കെ കണ്ടു. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വിവരം തിരക്കാൻ വരാതിരുന്നത്. ശ്രീലത ചേച്ചി അത് പറഞ്ഞപ്പോൾ ശ്രുതി അവരോട് പറഞ്ഞു, ഇന്നലെ വന്നത് വിരുന്നുകാർ ഒന്നും ആയിരുന്നില്ല ചേച്ചി. എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വന്നതായിരുന്നു. ആണോ? നല്ല പയ്യനാണോ മോളെ? അങ്ങനെയെങ്കിലും നീ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ കുഞ്ഞേ, അവർ ആശ്വാസം എന്ന പോലെ പറഞ്ഞു. പയ്യനെക്കുറിച്ചൊന്നും അറിയില്ല ചേച്ചി. എന്നോടൊന്നും സംസാരിച്ചൊന്നുമില്ല. അച്ഛൻ്റെ ഏതോ കൂട്ടുകാരൻ വഴി വന്ന ആലോചനയാണെന്ന് അവർ തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു. വ്യക്തമായി എനിക്കൊന്നും അറിയില്ല ചേച്ചി. സ്വന്തമായി എന്തോ ബിസിനസ്സാണ് പോലെ. ഒരു മോനേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ മരിച്ചു പോയതാ. എന്തായാലും നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനാവട്ടെ കുട്ടിയെ. അവൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ ഒരു സ്നേഹം എന്തായാലും നിന്നോട് കാണും. ആരുമില്ലാത്ത നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ഒരു തുണയാകുമല്ലോ. അമ്മ ഉള്ള കാലത്ത് തന്നെ നിന്റെ അച്ഛൻ ദിവസവും കുടിച്ചു വന്ന് നിനക്കും അമ്മയ്ക്കും ഒരു സുഖവും സമാധാനവും തന്നിട്ടില്ല എന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാലോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിന്റെ കാര്യം വിചാരിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഒരു നല്ല ജീവിതം ഇനിയെങ്കിലും ദൈവം മോൾക്ക് കൊണ്ടു തരണമേ എന്ന്. ശ്രുതി ശ്രീലത ചേച്ചിയെ നോക്കി ഒന്ന് നേർത്ത് പുഞ്ചിരിച്ചു. എന്നിട്ട് അവർ കൊണ്ടുവന്ന പാത്രത്തിലെ ചക്കരച്ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. ശേഷം അവരുടെ പാത്രം കഴുകിക്കൊണ്ട് പറഞ്ഞു,
ശരിക്കു പറഞ്ഞാൽ മടുത്തു ചേച്ചി. പറയാൻ പേരിന് മാത്രം അച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബോധം കെട്ട് കിടന്നാൽ പോലും അവരെന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഇന്നലെ തന്നെ ഒട്ടും വയ്യാതെ ഞാൻ പനിച്ചു കിടന്നിട്ട് ചത്തോ ജീവിച്ചോ എന്ന് പോലും മൈൻഡ് ചെയ്തിട്ടില്ല. അച്ഛൻ പിന്നെ അമ്മ ഉള്ളപ്പോളെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഞാൻ നോക്കുന്നില്ല. എന്നാലും ഏട്ടൻ പെട്ടെന്നല്ലേ കഞ്ചാവിലും മയക്കുമരുന്നിലുമൊക്കെ ചെന്നുപെട്ട് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. എന്നെപ്പോലൊരു പെൺകുട്ടി എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ ഉള്ളിൽ ഇവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എത്രയെന്ന് വെച്ചാൽ നമുക്ക് പോയി നിൽക്കാൻ കഴിയുക? 2 ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ അവരുടെ കണ്ണും മുഖവും മാറിയാൽ അതും കാണേണ്ടി വരും. വേറൊരു വഴിയുമില്ലാതെ സഹിച്ചു പിടിച്ച് ജീവിക്കുകയാ. പിന്നെ ഒരു ജോലി ഉള്ളത് കൊണ്ട് ആരുടെ മുമ്പിലും കൈ നീട്ടണ്ടല്ലോ എന്ന സമാധാനം മാത്രമുണ്ട്. പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും സ്ഥിരമായി പോകാൻ ഒരു ജോലിയുണ്ടല്ലോ. അവിടെ പോയി കുട്ടികളുടെ മുഖം കാണുമ്പോഴും അവരുടെ കൂടെ ചെലവിടുമ്പോഴും കുറച്ച് സമാധാനമാകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ കയറി വരുമ്പോഴേക്കും അടുത്ത വിഷമങ്ങളും ചിന്തകളും തുടങ്ങും. സാരമില്ല മോളെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിനക്കൊരു നല്ല ജീവിതമുണ്ടാവും. നീ നോക്കിക്കോ, വന്ന പയ്യൻ നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നവനാകട്ടെ. ശ്രീലത ചേച്ചി സൗമ്യമായി സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ കുറച്ചു നേരം ശ്രുതിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച ശേഷമാണ് അവർ തിരിച്ചു പോയത്. സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അന്ന് അവൾക്ക് ഉച്ചക്കത്തേക്കും രാത്രിക്കുമുള്ള ഭക്ഷണം അവർ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. എന്തായാലും പെണ്ണുകാണൽ ചടങ്ങിന് വന്നപ്പോൾ തന്നെ കിരണിന് ശ്രുതിയെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ശ്രുതിയുടെ അച്ഛന് തിരിച്ച് അവനെയും ഇഷ്ടമായി. ഇരു കൂട്ടർക്കും പരസ്പരം സമ്മതമായി. പക്ഷേ പെണ്ണിന് ചെറുക്കന് ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ ആരും മിനക്കെട്ടില്ല. ശ്രുതിയുടെ ഇഷ്ടം ആർക്കും അറിയാനും താല്പര്യമില്ലായിരുന്നു. അച്ഛൻ അവളെ ആർക്കെങ്കിലും പിടിച്ചുകൊടുത്ത് ഭാരം ഒഴിവാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. 2 കൂട്ടർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ വിവാഹ നിശ്ചയത്തിനുള്ള തീയതി ഉറപ്പിച്ചു. നിശ്ചയത്തിന് വന്നപ്പോഴും കിരണിനെ അതേ ദേഷ്യഭാവത്തിൽ കണ്ടപ്പോൾ ശ്രുതിക്ക് എന്തോ വല്ലാത്ത പേടി തോന്നി തുടങ്ങി. അന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പോകുന്നവരെ അവൻ അവളെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ പോലും ചെയ്തില്ല. കിരണിന്റെ പെരുമാറ്റത്തിലുള്ള കടുപ്പം കൊണ്ട് തന്നെ വല്ലാത്ത ഭയം തോന്നിയ ശ്രുതി അന്ന് രാത്രി അതിഥികളെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മെല്ലെ അച്ഛൻ്റെ അടുത്ത് പോയി പേടിയോടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ കല്യാണം വേണ്ട അച്ഛാ. അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ തോന്നുന്നു. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല. എന്നോട് ഇഷ്ടമായോ എന്നൊരു വാക്കുപോലും ചോദിക്കാതെ അച്ഛൻ എങ്ങനെ തോന്നി ഇത് ഉറപ്പിക്കാൻ? അത് കേട്ടതും അച്ഛൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നിന്നോടിനി പ്രത്യേകിച്ച് എന്താടി ചോദിക്കാനുള്ളത്? നിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ തീരുമാനിച്ചിരുന്നത് ഞാനല്ലേ. നിന്റെ കല്യാണക്കാര്യവും ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിട്ട് അവൾക്കിനി കല്യാണം വേണ്ട പോലും. എല്ലാം നിന്റെ തള്ളയെ പറഞ്ഞാൽ മതിയല്ലോ. കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിട്ട് അവൾ പോയി. ബാക്കിയുള്ളവർ ദയ തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. അവനെ നല്ല പയ്യനാ. കല്യാണം കഴിഞ്ഞാലും നിനക്ക് ജോലിക്ക് പോകാം. എല്ലാത്തിനും അവൻ സമ്മതിക്കും. ഇനിയുള്ള കാലം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക്, ശ്രുതിയോട് അച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് പറഞ്ഞു ദേഷ്യത്തോടെ വാസു ആ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ആകെ തളർന്നുപോയി. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ബോധമില്ലാത്ത ആങ്ങളയോട് എന്ത് പറഞ്ഞിട്ടും കാര്യവുമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. കിരണിനെ കണ്ടിട്ട് അവൾക്ക് ആകെ ഒരു വശപിശകുള്ള പോലെ തോന്നി. അവളോട് തനിച്ചൊന്ന് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നല്ലേ അവൻ പറഞ്ഞത്? സാധാരണ കല്യാണത്തിന് മുൻപ് പെണ്ണുകാണൽ ചടങ്ങിന് ചെക്കനും പെണ്ണും പരസ്പരം സംസാരിച്ച് ഇഷ്ടമായാലല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ സംസാരിക്കില്ലേ? ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകും? പേടിയോടെ അവൾ ഓരോന്നൊക്കെ ഓർത്തു. അച്ഛനെ കൊണ്ട് ഈ കല്യാണം വേണ്ടെന്ന് എങ്ങനെ പറയിപ്പിക്കും? അച്ഛൻ്റെ മൂത്ത സഹോദരൻ ഒരാളുണ്ട്, ശ്രുതിയുടെ വല്യച്ഛൻ. അച്ഛൻ ഒരിത്തിരിയെങ്കിലും ബഹുമാനവും അനുസരണയും ഉള്ളത് വല്യച്ഛനോട് മാത്രമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വല്യച്ഛൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമെന്ന് കരുതി ശ്രുതി വല്യച്ഛനെ ഫോണിൽ വിളിച്ചു കാര്യങ്ങളെല്ലാം സങ്കടത്തോടെ പറഞ്ഞു. പേടിച്ചിട്ടാണെന്ന് കൂടി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ വല്യച്ഛൻ അവളോട് ഒന്നും ആലോചിക്കാതെ എടുത്തടിച്ച പോലെ പറഞ്ഞു, അവൻ നല്ല കുടുംബത്തിൽ ജനിച്ച ചെക്കനാ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. നിന്നെ കണ്ട് അവൻ ഇഷ്ടമായല്ലോ, അതുകൊണ്ടാവും തനിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല. അവന് നല്ല ജോലിയും പണവും സ്വന്തമായി വീടുമൊക്കെ ഉണ്ട്. നിന്റെ ജീവിതം അവിടെ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. വെറുതെ നീയായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയെ പടിയിറക്കി വിടരുത്. നിന്റെ അച്ഛൻ്റെയും ആങ്ങളയുടെയും കാര്യം നിനക്കറിയാമല്ലോ. എപ്പോഴും കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്ന അവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ നോക്കു കൊച്ചേ. അല്ലാതെ ഞങ്ങൾക്കാർക്കും നിന്നെ നോക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ കടവും കടപ്പാടും താങ്ങാനാവാതെ ഇരിക്കുകയാ, വല്യച്ഛൻ താക്കീതോടെ ശ്രുതിയോട് പറഞ്ഞു. കല്യാണ ദിവസം അടുത്തിട്ട് പോലും കിരൺ ശ്രുതിയെ ഒന്ന് ഫോണിൽ വിളിക്കുക പോലും ചെയ്തില്ല. പേടിയോടെ കഴിഞ്ഞിരുന്ന അവൾ ഒരു ദിവസം അച്ഛൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് കിരണിനെ അങ്ങോട്ട് വിളിച്ചു. എന്തെങ്കിലും ഒരു നല്ല വാക്ക് മിണ്ടിയാൽ അല്പം ആശ്വാസമാകുമല്ലോ എന്ന് കരുതിയാണ് അവൾ കിരണിനെ വിളിച്ചത്. കോൾ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ സംശയത്തോടെ മറുവശത്ത് കിരൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ ശ്രുതിയാണ്. ഏട്ടനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി വിളിച്ചതായിരുന്നു. അവൾ സ്വരമിടറിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. എന്താ കാര്യം? കിരൺ ഗൗരവത്തോടെ ചോദിച്ചു.
ഒന്നുമില്ലാട്ടാ, കല്യാണമൊക്കെ അടുത്തില്ലേ, ഏട്ടനോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായോ? ശ്രുതി വിനയത്തോടെ ചോദിച്ചു. ബുദ്ധിമുട്ടായി, കിരൺ എടുത്തടിച്ച പോലെ പറഞ്ഞു. എനിക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. നിനക്കെന്താ തീരെ ഒരു മര്യാദയില്ലേ? ആണൊരുത്തൻ്റെ നമ്പർ തിരഞ്ഞുപിടിച്ച് ഇങ്ങോട്ട് വെച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇത്രയും തരം തായാൻ പാടില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ട് കിരൺ അത് പറയുമ്പോൾ ശ്രുതി ശരിക്കും ഞെട്ടിത്തരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്താ പറയേണ്ടത് എന്നറിയാതെ അവൾ ഒരു നിമിഷം നിശബ്ദയായിപ്പോയി. നിനക്കെന്താ ചെവി കേട്ടൂടെ? നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് കിരൺ ഒന്നുകൂടി ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു. അല്ല ഏട്ടാ, ഞാൻ മറ്റാരെയുമല്ലല്ലോ വിളിച്ചത്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെയല്ലേ. അത് തന്നെയാ പറഞ്ഞത്. എനിക്ക് നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമെന്ന്. അല്ലാതെ എൻ്റെ വിശേഷം തിരക്കാൻ നീ ഇങ്ങോട്ട് വെച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്ത് സംസാരിക്കാനാണെങ്കിലും അതെല്ലാം കല്യാണം കഴിഞ്ഞു മതി. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. കിരൺ ഫോൺ കട്ട് ചെയ്തു. മൊബൈലും കയ്യിൽ പിടിച്ച് ശ്രുതി അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ഇതെന്ത് മനുഷ്യനാ ദൈവമേ, എൻ്റെ വിധി വീണ്ടും ഇതാണോ? അവൾ സ്വയം തലക്കടിച്ച് പൊട്ടിക്കരഞ്ഞു. അധികം വെച്ചു നീട്ടാതെ അടുത്ത മാസം തന്നെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമായിട്ട് കൂടി കിരൺ അവളുടെ കഴുത്തിൽ താലി ചാർത്തി. വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ ശ്രുതിയുടെ വല്യമ്മയും വല്യച്ഛനും അവളോട് പറഞ്ഞു, അവിടെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലും ഇട്ടെറിഞ്ഞു പോന്നേക്കല്ലേ മോളെ. ഇനി അതാണ് നിന്റെ വീട്. ഒന്നിൻ്റെ പേരിലും പിണങ്ങി പോരാൻ നിൽക്കല്ലേ. ഇവിടുത്തെ കഥ നിനക്കറിയാലോ. അച്ഛനും ഏട്ടനും ഒന്നും നിന്നെ നോക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്കും നിന്നെ ഏറ്റെടുക്കാനുള്ള ഗതിയില്ല. ഇവിടെ വന്ന് വെറുതെ നരകിക്കുന്നതിലും നല്ലത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതാ. കല്യാണ ദിവസമായിട്ട് കൂടെ നിന്റെ മുഖത്തൊരു തരി സന്തോഷമില്ലാത്തത് കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ്. കിരണിൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കിയും കണ്ടും അവൻ പറയുന്ന പോലെ അങ്ങ് ജീവിച്ചേക്കണം കേട്ടോ. കിരണിനൊപ്പം പോകുന്നതിന് മുൻപ് ശ്രുതിയുടെ വല്യമ്മയും വല്യച്ഛനും ഒരു കാരണവശാലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് അവളോട് പറയാതെ പറഞ്ഞു. ഇറങ്ങാൻ നേരത്തെ യാത്ര പറയാൻ വന്ന അയൽവാസി ശ്രീലത ചേച്ചിയെ കണ്ടപ്പോൾ ശ്രുതി അറിയാതെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ മരണശേഷം അവൾക്കെല്ലാം അവരായിരുന്നു. കരയല്ലേ മോളെ, എല്ലാം നന്നായി വരട്ടെ. അവരും സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി. ഒരു പരിചയവുമില്ലാത്ത അയാളോടൊപ്പം ആ വീട്ടിലേക്ക് പോവാൻ എനിക്ക് പേടിയുണ്ട് ചേച്ചി. പേടിക്കേണ്ട മോളെ, ചേച്ചി പ്രാർത്ഥിക്കാം. നിനക്ക് നല്ലതേ വരൂ. ശ്രുതിയുടെ കരച്ചിലിനിടയിലും ശ്രീലത അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ലു മോളെ, നിന്നെ വിളിക്കുന്നു. ശ്രുതി അവരുടെ ദേഹത്ത് നിന്ന് പിടുത്തം വിട്ട് കിരണിനോടൊപ്പം നടന്നു. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രുതി കിരണിനൊപ്പം കാറിനടുത്തേക്ക് നടന്നു. കല്യാണ ദിവസമായിരുന്നിട്ട് കൂടി ശ്രുതിയുടെ അച്ഛനും ആങ്ങളെയും ലഹരിയുടെ മറ്റേതോ ഒരു ലോകത്ത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പോകുന്നതിൽ അവർക്ക് ഒരു സങ്കടവും തോന്നിയില്ല. കല്യാണം ഭംഗിയായി നടന്നതിൻ്റെ സംതൃപ്തിയായിരുന്നു ബന്ധുക്കളുടെ എല്ലാവരുടെയും മനസ്സിൽ. അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രുതി ഇനി അങ്ങോട്ട് ചെന്ന് കയറില്ലല്ലോ. അച്ഛനോട് എതിർത്തു പറയാൻ അവൾക്ക് പണ്ടേ ഭയമാണ്. എന്നും അവളുടെ അച്ഛൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ആ വീട്ടിൽ നടന്നിരുന്നത്. അയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നല്ല തല്ല് കിട്ടും. ശരീരം നോവാതിരിക്കണമെങ്കിൽ അയാളുടെ ആജ്ഞകൾ അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. അമ്മയ്ക്കും പണ്ട് തല്ല് സ്ഥിരമായിരുന്നു. കൂട്ടുകാരൻ്റെ അറിവിൽ ഒരു വിവാഹാലോചന വന്നപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് കല്യാണം നടത്തി ശ്രുതിയെ ഒഴിവാക്കുകയാണ് അയാൾ ചെയ്തത്. അതിനി എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. കരഞ്ഞുകൊണ്ട് ശ്രുതി കിരണിനൊപ്പം കാറിൽ കയറി. കാർ അവളുടെ വീട്ടിന് മുന്നിൽ നിന്ന് സ്റ്റാർട്ടായപ്പോൾ ശ്രുതി തിരിഞ്ഞ് അവളുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നോക്കി. ജനിച്ച നാൾ മുതൽ അതുവരെ കഴിഞ്ഞ വീട്, അവളുടെ കുഞ്ഞിക്കാലുകൾ ഓടിക്കളിച്ച മുറ്റം. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ ഒരുപാട് ദ്രോഹിച്ചിരുന്നെങ്കിലും അമ്മ എപ്പോഴും അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നു. വീടിൻ്റെ മുൻപിൽ നിന്ന് അവളുടെ എല്ലാമായിരുന്ന അമ്മ അവളെ തന്നെ നോക്കി നിൽക്കുന്നതായാണ് ശ്രുതിക്ക് അപ്പോൾ തോന്നിയത്. അമ്മ മരിച്ചിട്ടിപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടെന്ന ഒരു തോന്നലായിരുന്നു ശ്രുതിക്ക് അപ്പോഴും. കാർ മുന്നോട്ടെടുത്തപ്പോഴും അവൾ തിരിഞ്ഞു ഉമ്മറത്തേക്ക് തന്നെ നോക്കി. അമ്മയുടെ ജീവന്റെ ജീവനായ പൊന്നുമോളെ നോക്കി അവളുടെ അമ്മ പൊട്ടിക്കരയുന്നതായി അപ്പോൾ ശ്രുതിക്ക് തോന്നി. കാർ അങ്ങറ്റം എത്തുന്നത് വരെ ശ്രുതിയുടെ നോട്ടം ഉമ്മറക്കൊല്ലായിലേക്ക് തന്നെയായിരുന്നു. അമ്മയെ ഓർത്തു കണ്ണു തുടച്ചുകൊണ്ട് അവൾ കാറിലിരുന്നു. കിരണിനപ്പോഴും അതൊന്നും കണ്ട ഭാവം പോലുമില്ലായിരുന്നു. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് കിരണിൻ്റെ വീട്ടിലേക്ക്. യാത്രയിലുടനീളം കിരൺ അവളോടൊന്നും സംസാരിച്ചതേയില്ല. ഇടയ്ക്ക് അവൾ പേടിയോടെ കിരണിനെ ഇടം കണ്ണിട്ട് നോക്കിയെങ്കിലും അവൻ കൂസലേതുമില്ലാതെ അങ്ങനെ പാറ പോലെ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും തിരിച്ചൊന്നും സംസാരിക്കാൻ മുതിർന്നില്ല. യാത്രക്കൊടുവിൽ കാർ കിരണിൻ്റെ വീടിൻ്റെ മുൻപിൽ വന്നു നിന്നു. അപ്പോഴും ശ്രുതിയെ മൈൻഡ് ചെയ്യാതെ കിരൺ കാറിൻ്റെ ഡോർ തുറന്നിറങ്ങി. പതിയെ ശ്രുതിയും ഇറങ്ങി. പുറത്തിറങ്ങി അവൾ ചുറ്റും നോക്കി. വലിയ വീട്, ചുറ്റും കരിങ്കൽ കൊണ്ട് ഉയരത്തിൽ കെട്ടിപ്പൊന്തിച്ചു വച്ചിരിക്കുന്ന മതിലുകൾ, വീടിൻ്റെ ചുറ്റിലും ഒഴിഞ്ഞ വലിയ പറമ്പ്, മതിലിൻ്റെ ഒരു സൈഡിലായി നീളത്തിൽ ഗ്രില്ലിട്ട് പണിത പട്ടിക്കൂട്. കൂട്ടിനുള്ളിൽ നിന്ന് ചുവന്ന കണ്ണുകളോടെ നാവ് പുറത്തേക്ക് നീട്ടി കടിക്കാൻ എന്ന പോലെ തറപ്പിച്ചു നോക്കുന്ന തടിച്ചു കൊഴുത്ത നായ്ക്കളെ കണ്ടപ്പോൾ തന്നെ ശ്രുതിക്കുണ്ടായിരുന്ന പേടി ഒന്നുകൂടെ കൂടി.
അവൾ ഒന്നുകൂടി ആ വീടിന് ചുറ്റും നോക്കി. അതിനകത്ത് എന്തു തന്നെ നടന്നാലും പുറംലോകം അറിയില്ല. ആ വിധത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു വീടായിരുന്നു കിരണിൻ്റേത്. കല്യാണത്തിന് വന്ന കിരണിൻ്റെ കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതൊന്നും യാഥാർത്ഥ്യത്തിൽ കിരണിൻ്റെ ആരാണെന്ന് പോലും ശ്രുതിക്ക് അറിയില്ലായിരുന്നു. കിരണിൻ്റെ ഏതോ ഒരു ബന്ധു വെച്ചു നീട്ടിയ നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ശ്രുതി അവൻ്റെ വീടിനുള്ളിൽ പ്രവേശിച്ചു. രാത്രിയാകുമ്പോഴേക്കും യാത്ര പറഞ്ഞ് ഓരോ ബന്ധുക്കളായി പോയി തുടങ്ങിയിരുന്നു. ഒടുക്കം യാത്ര പറയാനായി അവൾക്കരികിലേക്ക് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും വന്നു. ഞങ്ങൾ പോട്ടെ, ഞങ്ങളെ കിരണിൻ്റെ അമ്മായിയും അമ്മാവനുമാണ്. ഇനിയും നിന്നാൽ വീടെത്താൻ വൈകും, ആ സ്ത്രീ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുക്കളയിൽ സഹായത്തിന് വരുന്ന സ്ത്രീ രാവിലെ വരുമെന്നാ കിരൺ പറഞ്ഞേ. അതുകൊണ്ട് മോൾക്ക് ഇവിടെ വലിയ ജോലിയൊന്നും കാണില്ല. ഞങ്ങളൊക്കെ കുറച്ച് ദൂരെയാ, എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ വരാറുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഫ്രീ ആവുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടൊക്കെ ഇറങ്ങു കേട്ടോ. കിരൺ ആളൊരു പാവമാ, അവനിത്തിരി മുൻകോപമുണ്ടെന്നേ ഉള്ളൂ. മോള് കണ്ടറിഞ്ഞു നിന്നാൽ മതി. ഒറ്റക്ക് വളർന്നതിൻ്റെ കുറച്ച് പോരായ്മകൾ അവനുണ്ട്. മോള് വേണം ഇനി അതൊക്കെ ശരിയാക്കിയെടുക്കാൻ. മോള് മുറിയിലേക്ക് ചെല്ല്, ദാ പാലെന്ന് പറഞ്ഞ് അമ്മായി ഒരു ഗ്ലാസ് പാല് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ ശരി മോളെ എന്ന് പറഞ്ഞ് അവരിറങ്ങുകയും ചെയ്തു. അന്ന് കിരണിൻ്റെയും ശ്രുതിയുടെയും ആദ്യരാത്രിയാണ്. അവൻ്റെ ആ വലിയ വീട്ടിൽ ആകെ വീർപ്പുമുട്ടലും പേടിയും ശ്രുതിക്ക് തോന്നി. ഉള്ളിൽ വല്ലാത്തൊരു ഭയത്തോടെയാണ് അവൾ അവൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചത്. ശ്രുതി ചെല്ലുമ്പോൾ കിരൺ ബാത്റൂമിലായിരുന്നു. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കട്ടിലിനോരം ചേർന്ന് അവൾ കിടന്നു. കല്യാണം അടുപ്പിച്ചുള്ള തിരക്കും ഓരോ കാര്യങ്ങൾക്കായുള്ള അലച്ചിലിൻ്റെ ക്ഷീണവും കാരണം അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. ശ്രുതി അറിയാതെ തന്നെ പെട്ടെന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് ആരുടെയോ വിരലുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ തോന്നിയപ്പോഴാണ് ശ്രുതി കണ്ണുകൾ തുറന്നത്. മുറിയിൽ സീറോ ബൾബിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കമുണർന്ന് നോക്കിയ ശ്രുതി ഞെട്ടിപ്പോയി. കിരൺ അവളുടെ വസ്ത്രം പിടിച്ചു വലിച്ചൂരാൻ നോക്കുകയായിരുന്നു. എന്താ ഇത്? ശ്രുതി പേടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ കിരൺ അതൊന്നും മൈൻഡാക്കാതെ അവളുടെ വസ്ത്രം മൊത്തമായി കീറിപ്പറിച്ചെറിഞ്ഞു. ശേഷം പൂർണ്ണ നഗ്നമായ അവളുടെ ശരീരത്തിലേക്ക് കയറിക്കിടന്നു. എന്നിട്ട് അവളുടെ മാറിടത്തിൽ പിടിച്ചു ഞെരിക്കുകയും കടിച്ചു പറിക്കുകയും ചെയ്തുകൊണ്ട് കിരൺ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്രുതിക്ക് ശരീരം വല്ലാതെ വേദനിച്ചു. വേദന കൊണ്ട് അവൾ അറിയാതെ തന്നെ കുറച്ചുറക്കെ കരഞ്ഞു. എന്നെ വിടൂ പ്ലീസ്, കരഞ്ഞുകൊണ്ട് അവൾ കുതറി മാറാൻ ശ്രമിച്ചു. അടങ്ങിക്കിടക്കടി, ഇന്നു മുതൽ നിന്റെ ശരീരം എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് കിരൺ ശ്രുതിയുടെ ചുണ്ടുകളെ കടിച്ചു മുറിച്ചു. പിന്നെ 10 ദിവസം ഭക്ഷണം കിട്ടാത്ത നായ്ക്കൾ ഇറച്ചി കണ്ടാലുണ്ടാകുന്ന ആവേശത്തോടെ അവൻ അവളിൽ ആധിപത്യം സ്ഥാപിച്ചു. ശരീരം മുഴുവനും ചതഞ്ഞറിഞ്ഞതുപോലെ അവൾക്ക് വേദനിച്ചു. ചുണ്ടും മാറിടവുമൊക്കെ മുറിഞ്ഞു ചോര പൊടിഞ്ഞു. അവൾക്ക് ശരീരമാകെ നല്ല വേദന തോന്നി. ഇങ്ങനെയാണോ ആദ്യ രാത്രി? ഇതാണോ സെക്സ് എന്നവൾ ചിന്തിച്ചു. അവളുടെ സമ്മതം പോലും ചോദിക്കാതെ ക്രൂരമായ രീതിയിൽ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടാണ് കിരൺ അവളെ സ്വന്തമാക്കിയത്. എത്ര കുതറി മാറാൻ ശ്രമിച്ചിട്ടും കിരണിൻ്റെ കൈബലത്തിനു മുന്നിൽ അവൾ തോറ്റുപോയി. മൃഗങ്ങൾ പോലും ചെയ്യാത്ത അത്രയും ക്രൂരതയോടെ അവൻ അവളെ പാടെ മുറിവേൽപ്പിച്ചു. ശേഷം അവൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞപ്പോൾ മാത്രം ശ്രുതിയുടെ ദേഹത്തു നിന്ന് അവൻ എണീറ്റു. പിന്നെ ഒരു വശത്തേക്ക് കിടന്ന് അവൻ സുഖമായി ഉറങ്ങാൻ തുടങ്ങി. കണ്ണീരോടെ അവൾ നേരം വെളുപ്പിച്ചു. കിടന്നിടത്തു നിന്നൊന്ന് അനങ്ങാനോ ഒന്ന് എഴുന്നേൽക്കാനോ പോലും അവൾക്കായില്ല. രാവിലെ നേരം പുലർന്നപ്പോൾ കിരൺ എണീറ്റ് കുളിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്ക് പോയി. വെളുക്കുവോളം വേദനയിൽ കരഞ്ഞു തളർന്ന ശ്രുതി അവൻ ജോലിക്ക് പോകുമ്പോൾ മയക്കത്തിലായിരുന്നു. എല്ലുകൾ നുറുങ്ങുന്ന വേദനയോടെയാണ് അവൾ ഉറക്കമുണർന്നത്. എണീറ്റ പാടെ ആരെയെങ്കിലും വിളിച്ച് രക്ഷിക്കാൻ പറയാനായി അവൾ ഫോൺ നോക്കിയപ്പോൾ അവളുടെ മൊബൈൽ അവിടെ എങ്ങും കണ്ടതേയില്ല. ശ്രുതി മറ്റാരുമായും ഇനി ഒരു ബന്ധവുമില്ലാതിരിക്കാൻ വേണ്ടി കിരൺ തന്നെ മനഃപൂർവ്വം എടുത്തു മാറ്റിയതായിരുന്നു അവളുടെ ഫോൺ. അമ്മായി പറഞ്ഞ പോലെ അടുക്കളയിൽ സഹായിക്കാനായി ജോലിക്കാരി ഒന്നും തന്നെ അന്ന് ആ വീട്ടിൽ വന്നില്ല. ആരുമില്ലാതെ ആ വലിയ വീട്ടിൽ അന്ന് പകൽ മുഴുവൻ അവൾ ഒറ്റപ്പെട്ടു. പുറത്തു പോകാനായി വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ആ വീടിൻ്റെ എല്ലാ വാതിലുകളും ലോക്കായിരുന്നു. എല്ലാം അടച്ചുപൂട്ടിയിട്ടാണ് കിരൺ ജോലിക്ക് പോയത്. കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവൾ എല്ലാ വാതിലിനടുത്തേക്കും ഓടി നോക്കി. പക്ഷേ ഉറപ്പുള്ള ആ വാതിലുകളെല്ലാം ഒന്ന് അനക്കാൻ പോലും കഴിയാത്ത വിധം ലോക്കായിരുന്നു. ശ്രുതിയുടെ പേടി കൂടിക്കൂടി വന്നു. ആർത്തു കരഞ്ഞാൽ പോലും കേൾക്കാൻ ആ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല. ആകെ അവിടെ കേൾക്കാവുന്ന ഒരു ശബ്ദം മുറ്റത്തു നിന്നുള്ള നായ്ക്കളുടെ കുരയായിരുന്നു. അന്ന് ഏകദേശം സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോഴാണ് കിരൺ അങ്ങോട്ടേക്ക് എത്തുന്നത്. അന്ന് രാത്രിയിലും തലേ ദിവസത്തെ പോലെ അത് തന്നെ ആവർത്തിച്ചു. പകൽ സമയം അഥവാ കിരൺ ആ വീട്ടിലുണ്ടെങ്കിൽ പോലും അവളോട് അവൻ ഒരക്ഷരം പോലും സംസാരിക്കില്ല. അവൾക്കും അവനോട് മിണ്ടാൻ പേടിയാണ്. മിണ്ടാൻ മാത്രമല്ല, അവനെ കാണുന്നത് പോലും പേടിയാണ്. രാത്രിയായാൽ ഇതാണ് അവസ്ഥയും. എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാം, എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി ഒരു ദിവസം രാവിലെ ശ്രുതി പേടിയോടെ തന്നെ വിറച്ചുകൊണ്ട് കിരണിനോട് ചോദിച്ചു, ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോയിക്കോട്ടെ? പക്ഷേ കിരണിന് അത് കേട്ട ഭാവം പോലുമില്ലായിരുന്നു. ഒരിക്കൽ കൂടി ശ്രുതി ചോദിച്ചു, സ്കൂളിൽ കുട്ടികൾക്ക് എക്സാം ടൈമാണ്, കൂടുതൽ ലീവ് കിട്ടില്ല, എന്നെ അവിടെ വരെ ഒന്ന് വിടാമോ? അപ്പോൾ അത് കേട്ടപാടെ കിരൺ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു, ഏതു സ്കൂൾ, ഏതു കുട്ടികൾ? നീ ഇനി ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോണില്ല. മരിക്കുന്ന കാലം വരെ നിന്റെ ജോലിയും കൂലിയും എല്ലാം ഇനി ഇവിടെയാണ്. അത് കേട്ടപ്പോൾ ശ്രുതി ഒന്നുകൂടി ഞെട്ടി. ഇനി ഈ വീട്ടിൽ നിന്ന് എവിടേക്കും വിടില്ലെന്നോ? അവൾ ചോദിച്ചു.
കല്യാണം എൻ്റെ ജോലിക്കൊരു തടസ്സമാകില്ല, എന്നെ ജോലിക്ക് വിടുമെന്ന് നിങ്ങൾ അച്ഛനോട് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോൾ ഇനി മുതൽ എന്നോട് ജോലിക്ക് പോവേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? മരിക്കുന്നവരെ ഇതിനകത്ത് കിടക്കാൻ ഞാൻ എന്താ ഒരു മനുഷ്യ സ്ത്രീയല്ലേ? ശ്രുതി തൻ്റെ സങ്കടം ഒരു ഞെട്ടലോടെ കിരണിനോട് ചോദിച്ചു. അത് കേട്ട ഭാവം നടിക്കാതെ അവൻ വസ്ത്രം മാറിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എനിക്ക് ജോലിക്ക് പോകണം, ശ്രുതി പറഞ്ഞു. കിരൺ അവളെ ദേഷ്യത്തോടെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. എന്നിട്ട് പറഞ്ഞു, മിണ്ടാതിരിക്കടി പിഴച്ചവളെ, നീ ജോലിക്ക് പോയിട്ട് വേണമല്ലോ ഇവിടെ ജീവിക്കാൻ. ഏട്ടാ പ്ലീസ്, ഞാൻ ജോലിക്ക് പോകുന്നത് പണത്തിനു വേണ്ടി മാത്രമല്ല, ചെറുതാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ്, ശ്രുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞു മുഴുമിക്കുന്നതിനു മുമ്പേ കിരൺ ഇടയിൽ കയറി ഒച്ചയെടുത്തു. അധികം കിടന്ന് സംസാരിച്ചാൽ പല്ല് 32 അടിച്ചു കൊയ്ക്കും ഞാൻ. മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ ജോലിക്ക് പോയിട്ട് വേണ്ട ഇവിടെ കുടുംബം കഴിയാനെന്ന്. ഞാൻ നിന്നെ കെട്ടിയിരിക്കുന്നത് എന്നെയും എൻ്റെ വീട്ടുകാര്യങ്ങളും നോക്കി ഇതിനകത്തിരിക്കാനാ, ഇതിനകത്ത് മാത്രം. കിരൺ അവളെ നോക്കി ഒന്നുകൂടി ദേഷ്യത്തോടെ കണ്ണുരുട്ടി. അല്ലാണ്ട് ജോലിയെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകിട്ട് വീട്ടിൽ കയറി വരുന്ന നിന്നെക്കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? ഇവിടെ വെച്ചുണ്ടാക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുമോ? ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി ഇനി എന്തായാലും ഇങ്ങോട്ട് വരില്ല. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. ഇനി നീ മതി ഇവിടെ എല്ലാത്തിനും. അവൾക്ക് ഇനി സ്കൂളിലേക്ക് കെട്ടിയെടുക്കണം പോലും. എന്നാൽ പിന്നെ സുഖമായല്ലോ, അവിടുത്തെ മാഷുമാരുടെ കൂടെ വൈകുന്നേരം വരെ അയിഞ്ഞാടി ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്ന് കിടക്കാമല്ലോ. നിന്റെ തെണ്ടിത്തരത്തിന് ഞാൻ നിന്നെ ഇവിടുന്ന് വിടുമെന്ന് നീ ഈ ജന്മം കരുതണ്ട. മര്യാദയ്ക്ക് ഇവിടുത്തെ അടുക്കളപ്പണിയെടുത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. നിന്നെ ഇവിടിട്ട് കൊന്നാലും ഒരുത്തൻ എന്നോട് ചോദിക്കാൻ ഇങ്ങോട്ട് കയറി വരില്ലേടി. അവൾക്ക് ജോലിക്ക് പോകണം പോലും, എന്നിട്ട് ഇവിടുത്തെ വീട്ടുപണിയെടുക്കാൻ ഞാനിനി വേറെ കെട്ടണോ? അതുകൊണ്ട് നീ ഈ ജോലി കൂലി എന്നൊക്കെയുള്ള വാശിയൊക്കെ കളഞ്ഞ് നിനക്കാകുന്ന പണി നോക്ക്. അത് പറഞ്ഞുകൊണ്ട് അവൻ ഒന്ന് അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളുടെ താടി പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. അവൻ്റെ അമർത്തിയുള്ള പിടുത്തത്തിൽ അവൾക്ക് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു വഷളൻ നോട്ടം അവളുടെ മാറു മുതൽ കാല് വരെ നോക്കി. വിട്, ശ്രുതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം അവളുടെ താടിയിൽ പിടിച്ച് അമർത്തി വേദനിപ്പിച്ച ശേഷമാണ് അവൻ പിന്നെ കൈമാറ്റിയത്. നിങ്ങളൊരു ക്രൂരനാണ്, ചതിയനാണ്. എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ശ്രുതി നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. കിരൺ അപ്പോൾ ഒരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ക്രൂരനാണ്. നീ ഇനി ചിന്തിക്കേണ്ടത് നിന്റെ ശരീരം കൊണ്ട് ഈ ക്രൂരനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, എനിക്ക് എന്തൊക്കെ ചെയ്തു തരാമെന്നൊക്കെയാണ്. അങ്ങനെ എന്നെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ എനിക്കറിയാമടി നിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന്. കിരണിന്റെ സംസ്കാരമില്ലാത്ത സംസാരം കേട്ട് ശ്രുതി കരച്ചിലിനിടയിൽ അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. അതിനുവേണ്ടിയാണല്ലേ അപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? അവൾ പറഞ്ഞു തീർന്നതും അവിടെ ഉണ്ടായിരുന്ന കണ്ണാടി മുതൽ ലാപ്ടോപ്പ് വരെ അവൻ എറിഞ്ഞുടച്ചു. ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്ന കിരണിനെ കണ്ട് പേടിച്ചുകൊണ്ട് അവൾ മുറിയുടെ ഒരു മൂലയിലേക്ക് മാറി. ശേഷം അവൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് മുഖമടിച്ചൊരടി കൊടുത്തു. പിന്നെയും വീണ്ടും വീണ്ടും അവളെ തല്ലി. മലയാള ഭാഷയിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പച്ചത്തെറി പറഞ്ഞ് അവൻ വാതിൽ മുഴുവൻ അടച്ചുപൂട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് രാത്രി മൂക്കറ്റം കുടിച്ചാണ് കിരൺ കയറി വന്നത്. അവൻ വരുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. വാതിൽ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ശ്രുതി പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. മുറിയുടെ വാതിൽ തുറന്ന പാടെ ശ്രുതിയെ കണ്ടതും കിരൺ ചോദിച്ചു, ഓ തമ്പുരാട്ടി നേരത്തെ നിദ്രയിലേക്ക് പോയോ? അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു അവളെ കയറി പിടിച്ചു. കുടിച്ച് ലെക്ക് കെട്ട അവൻ്റെ കോലവും മദ്യത്തിൻ്റെ മണവും തട്ടിയപ്പോൾ ശ്രുതി പെട്ടെന്ന് അവനെ തട്ടി മാറ്റി എഴുന്നേൽക്കാൻ നോക്കി. മദ്യത്തിൻ്റെ മണം തലക്ക് പിടിച്ചപ്പോൾ അവൾക്ക് ഓക്കാനിക്കാനും വന്നു. ഓ നിനക്ക് മദ്യത്തിൻ്റെ മണം പിടിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കിരൺ അപ്പുറത്ത് പോയി അവൻ കുടിച്ച മദ്യക്കുപ്പിയുടെ ബാക്കി കൊണ്ടുവന്നു. നിനക്ക് ഓക്കാനിക്കണമല്ലേ, കുടിക്കടി എന്നവൻ ആക്രോശിച്ചുകൊണ്ട് കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യം അവളുടെ വാ ബലമായി തുറന്ന് ഒഴിച്ചു കൊടുത്തു. അവൾ വാ തുറക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിക്കാൻ നോക്കി. പക്ഷെ ശരിക്കൊന്ന് പ്രതികരിക്കാൻ കഴിയും മുന്നേ അവൻ അടിവയറ് നോക്കി കാലുയർത്തിയതേ ശ്രുതിക്ക് ഓർമ്മയുള്ളൂ. വേദന കൊണ്ട് പുളഞ്ഞ് ചുമര് ചാരി നിലത്തേക്ക് ഇരിക്കുമ്പോൾ അവൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. കഷ്ടപ്പെട്ട് ശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവൾ നിലത്തേക്ക് കാലുമടക്കി കിടന്നുപോയി. നിന്നെ ഞാൻ കൊല്ലുമിടി എന്നും പറഞ്ഞവൻ അവളെ പിന്നെയും നിലത്തിട്ട് ചവിട്ടി. ഒന്ന് പ്രതികരിക്കാനോ അരുതെന്ന് പറയാനോ അവൾക്ക് നാവ് പൊങ്ങുന്നില്ലായിരുന്നു. ഒരിറ്റു വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ വെപ്രാളത്തിനിടയിൽ ശ്രുതി ആശിച്ചു. കുയന്ന നാവുകൊണ്ട് വെള്ളം എന്ന് പാതി മുറിഞ്ഞ വാക്കാൽ അവൾ പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും അവൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി തിരികെ വന്നത് മറ്റൊരു ഫുള്ള് കുപ്പി മദ്യവുമായിട്ടായിരുന്നു. നിലത്ത് കിടക്കുന്ന അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് വായിലേക്ക് ആ കുപ്പി കമഴ്ത്തിയതും അവൾ അത് കുടിക്കാൻ കഴിയാതെ നീട്ടി തുപ്പിക്കൊണ്ട് വീണ്ടും ഓക്കാനിക്കാൻ തുടങ്ങി. ശരീരം പാടെ തളർന്ന അവളുടെ മുഴുവൻ നിയന്ത്രണവും അപ്പോൾ മുഴുവനായി അവൻ്റെ കൈകളിലായിരുന്നു. ബലമായ അവൻ്റെ കൈകൾക്കിടയിൽ കിടന്ന് അവൾ പിടയുമ്പോഴും അവളുടെ വായിലൂടെ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലൂടെ അപ്പോഴേക്കും കിരൺ ശ്രുതിയുടെ വസ്ത്രം കീറിപ്പറിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് വീണു. തലേ ദിവസത്തെ പോലെ വീണ്ടും ക്രൂരമായി അവളെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രുതി ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പറ്റില്ല ഇങ്ങനെ, ഇനി എന്നോട് ഇങ്ങനെ ചെയ്യരുത്, ഞാൻ ചത്തുപോകും. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അല്ലാതെ നിങ്ങൾ വിലക്കെടുത്ത വേശ്യയല്ല. ഒരല്പം ദയ എന്നോട് കാണിച്ചുകൂടെ? ഓ നിനക്ക് ഞാൻ തരുന്ന സുഖം മതിയാവുന്നില്ല അല്ലേ?
സ്കൂളിലെ മാഷുമാരുടെ കൂടെയൊക്കെ കിടന്ന് നിനക്ക് എന്നെ വേണ്ടത്ര പിടിക്കുന്നില്ലായിരിക്കും, മുരണ്ടുകൊണ്ട് കിരൺ ചോദിച്ചു. അനാവശ്യം പറയരുത്, എനിക്ക് ഇതായിരുന്നില്ല പണി. നിങ്ങളെ കാമഭ്രാന്തി ശമിപ്പിക്കാൻ എൻ്റെ ശരീരം നോവിക്കുന്നതെന്തിനാ? സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ എന്നോടിങ്ങനെ? മിണ്ടാതെ അടങ്ങിക്കിടന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ തന്നെ ആയിരിക്കും കൂടുതൽ വേദനിക്കേണ്ടി വരിക, കിരൺ താക്കീത് ചെയ്തു. തട്ടിപ്പിടഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ അവൻ്റെ കൈകൾ തട്ടിമാറ്റി ശ്രുതി എഴുന്നേറ്റ് വാതിലിനടുത്തേക്കോടി. പക്ഷെ അവൻ പിന്നാലെ ഓടിച്ചെന്ന് അവളെ കയ്യിൽ തൂക്കിയെടുത്തു കൊണ്ടുവന്ന് കട്ടിലിലിട്ടു. എന്നിട്ട് അവളുടെ മുഖത്ത് തലങ്ങും വിലങ്ങും മാറി മാറി അടിച്ചു. പിന്നെ ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് ശ്രുതിയുടെ 2 കൈയും കാലും കെട്ടിയിട്ടു. അവളുടെ കരച്ചിൽ പുറത്തു വരാതിരിക്കാനായി വായിൽ തുണി കുത്തിത്തിരുകി. ശേഷം അവൻ തളർന്നു വീഴുന്നതുവരെ അവളെ റേപ്പ് ചെയ്തു. തുടർന്നുള്ള 3 രാത്രികളിലും സമാനമായ കാര്യം ആവർത്തിച്ചു. അപ്പോഴേക്കും ശ്രുതി ആകെ തളർന്ന് തരിപ്പണമായി കഴിഞ്ഞിരുന്നു. കിരണിനെ കണ്ടു കഴിഞ്ഞാൽ ശാന്തനും പാവവുമൊക്കെ ആയി തോന്നുമെങ്കിലും വാസ്തവത്തിൽ കിരൺ ഒരു സംശയരോഗിയും സെക്സ് അഡിക്റ്റഡുമായിരുന്നു. സ്ത്രീകളെ ക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിരുന്നു അവനിഷ്ടം. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കുത്തിയിരുന്ന് കാണുകയും അതൊക്കെ ഓരോന്നായി ശ്രുതിയിൽ പരീക്ഷിക്കാനും വേണ്ടി മാത്രമായിരുന്നു അവൻ ശ്രുതിയെ വിവാഹം കഴിച്ചത്. കിരണിന് കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പാടില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇനിയും അവനൊപ്പം അവിടെ കഴിഞ്ഞാൽ ജീവൻ ബാക്കി കാണില്ലെന്ന് അവൾക്ക് തന്നെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കിരൺ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ പല വഴിയും അവൾ നോക്കിയെങ്കിലും കാരിരുമ്പിനേക്കാൾ ശക്തിയിൽ അടച്ചു ബന്ധനസ്ഥമാക്കിയ വാതിലുകളിൽ ചെറിയൊരു ചലനമുണ്ടാക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അകത്തുള്ള കനമുള്ള പല സാധനങ്ങളും കൊണ്ടുവന്ന് അവൾ അടുക്കളയുടെ പൂട്ടിൽ സ്ഥിരമായി അടിച്ചു നോക്കിയെങ്കിലും ലോക്ക് മാത്രം അനങ്ങിയില്ല. എത്ര ശ്രമിച്ചിട്ടും പരാജയം തന്നെ ആയിരുന്നു ഫലം. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി മുന്നോട്ടു പോയി. പതിവ് പോലെ രാത്രിയിലെ പീഡനവും ക്രൂരതയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കിരൺ ഓഫീസിൽ പോകാനായി വാതിലൊക്കെ അടച്ചുപൂട്ടിയെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുമ്പോഴാണ് അടുക്കളവാതിലിൻ്റെ ലോക്കിൽ എന്തോ ഒരു സംശയം അവന് തോന്നിയത്. രക്ഷപ്പെടാനായി ശ്രുതി കുറെ ആ വാതിലിനിട്ട് കുത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ പൂട്ടിൻ്റെ ഭാഗത്തിന് അല്പം ചതുക്കമുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട കിരണിന് ചില സംശയങ്ങളൊക്കെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള പൂട്ടുകൾ കുറച്ചുകൂടി ഉറപ്പുവരുത്താൻ അവൻ തീരുമാനിച്ചു. കിരൺ അതിനായി അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. അവൻ അപ്പോൾ അവൻ്റെ പരിചയത്തിലുള്ള ഒരു ആശാരിപ്പണിക്കാരൻ്റെ നമ്പർ കിരണിന് കൊടുത്തു. ലോക്ക് ശരിയാക്കാതെ എന്തായാലും കിരണിന് പുറത്തു പോകാൻ കഴിയില്ലല്ലോ. തിരിച്ചു വരുമ്പോഴേക്കും ശ്രുതി എങ്ങാനും പുറത്തു കടന്നാൽ പണി ആകെ പാളുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ നമ്പറിലേക്ക് വിളിച്ചു. മറുവശത്ത് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഫോൺ എടുത്തു. കിരൺ പൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പയ്യൻ വരാമെന്ന് പറഞ്ഞു. അവൻ വരുന്നതും കാത്തു ജോലിക്ക് പോകാതെ കിരൺ അങ്ങനെയിരുന്നു. ശ്രുതിയാണെങ്കിൽ തലേ ദിവസത്തെ കിരണിൻ്റെ ക്രൂരതയുടെ വേദനയും അനുഭവിച്ചുകൊണ്ട് ശരീരമാകെ മുറിഞ്ഞു പൊട്ടി മുറിയിലെ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിൽ അപ്പോൾ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നിലത്തിൻ്റെ തണുപ്പ് അവളുടെ ശരീരമാകെ പടരുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ മെല്ലെ കണ്ണു തുറന്നപ്പോൾ അവൾക്ക് എണീക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തളർച്ച കൊണ്ട് കണ്ണ് തനിയെ അടഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. എങ്ങനെയൊക്കെയോ മെല്ലെ അവൾ കണ്ണ് വലിച്ചു തുറക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് ദേഹമൊട്ടാകെ വേദന തോന്നി. അത്ര പോലും ഒന്ന് ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. മെല്ലെ പാടുപെട്ട് എങ്ങനെയൊക്കെയോ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കിരണിനെ അവിടെ എങ്ങും കണ്ടില്ല. പാതിബോധത്തിലാണെങ്കിലും അവൾ പൂർണ്ണ നഗ്നയാണെന്ന് അവൾക്ക് മനസ്സിലായി. കിരൺ കീറിപ്പറിച്ചെറിഞ്ഞ് അവളുടെ ഡ്രസ്സ് അവിടെ തൊട്ടപ്പുറത്തായി നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ശ്രുതി മെല്ലെ ഏന്തി വലിഞ്ഞൊരു കൈ നീട്ടി വസ്ത്രമെടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടു. വെള്ളം വെള്ളം അവൾ മെല്ലെ പറയുന്നുണ്ടായിരുന്നു. അവിടെ അവൾക്ക് ആര് വെള്ളം കൊടുക്കാനാണ്? ആരുമില്ലാതിരുന്നിട്ട് പോലും അവളുടെ വെള്ളത്തിനുള്ള അതിയായ ദാഹം കാരണം അറിയാതെ പറഞ്ഞുപോയി. 2-3 പ്രാവശ്യം വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി. അബോധാവസ്ഥയിൽ തന്നെ അവൾ അവിടെ കിടന്നു. കിരൺ വഴി പറഞ്ഞു കൊടുത്തത് പ്രകാരം വാതിലിൻ്റെ ലോക്ക് ശരിയാക്കാനായി ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. ഹരി എന്നു പേരുള്ള ഒരുവിധം എല്ലാ ജോലിയും അറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. ചെറിയ പ്രായമാണെങ്കിലും പ്രാരാബ്ദങ്ങൾ കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും അവൻ അറിയാമായിരുന്നു. കൽപ്പണി, ആശാരിപ്പണി, വയറിംഗ് പണി തുടങ്ങിയവ ഒക്കെ അവന് കൈത്തൊഴിലായിരുന്നു. കൂടാതെ ചരക്ക് ലോറിയുടെ ഡ്രൈവറായും അവൻ പോകുമായിരുന്നു. ഹരി കിരണിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വന്നതിന് ശേഷം കിരണിനെ ഫോണിൽ വിളിച്ചു. ഞാൻ ഗേറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണോ സാർ വീട്? കിരൺ അപ്പോൾ ജനാലയുടെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് ഹരി നിൽക്കുന്നത് കണ്ടു. ആ, ഇതുതന്നെയാണ് വീട്. ഞാൻ വന്ന് ഗേറ്റ് തുറന്നു തരാമെന്ന് പറഞ്ഞ് കിരൺ ഗേറ്റിനടുത്തേക്ക് നടന്നു. കിരൺ അവന് ഗേറ്റ് തുറന്നു കൊടുത്തു. ഹരി ചുറ്റിലും നോക്കി. വലിയ വീട്. വാതിലിൻ്റെ ലോക്കിന് എന്ത് പറ്റിയതാ സാർ? കിരണിൻ്റെ കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഹരി ചോദിച്ചു. ലോക്കിന് എന്തോ ഒരു ചതവ് പോലെ. ശരിയായി ലോക്കാകുന്നില്ല. ഇപ്പോഴത്തെ കാലമല്ലേ, വിശ്വസിച്ച് എവിടെയും പോകാൻ കഴിയില്ലല്ലോ. കള്ളന്മാർ ആരെങ്കിലും കയറിയാലോ എന്ന് കരുതിയാണ്. അതൊന്ന് ഉറപ്പാക്കണം, കിരൺ പറഞ്ഞു. ശരി സാർ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഹരി കിരണിൻ്റെ കൂടെ അങ്ങോട്ട് ചെന്നു. വീടിൻ്റെ മുൻവശം വഴി കിരണിനോടൊപ്പം ഹരി അകത്തേക്ക് കയറി. അടുക്കളയിലെത്തിയ കിരൺ ഹരിക്ക് വാതിലിൻ്റെ പൂട്ട് കാണിച്ചു കൊടുത്തു. ഹരി വാതിലിൽ നോക്കിയപ്പോൾ ലോക്കാകെ കുത്തിച്ചതഞ്ഞ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവനത് കണ്ടപ്പോഴേ തോന്നി. കള്ളന്മാരാരെങ്കിലും ആണെങ്കിൽ പുറത്തു നിന്നല്ലേ ഇങ്ങനെ ചതുക്കി കളയുകയുള്ളൂ. ഇത് അകത്തുനിന്ന് ആരോ പുറത്തു കടക്കാൻ വേണ്ടി ചെയ്ത പോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് തോന്നി. കാരണം സ്ഥിരമായി ഈ പണിയെടുത്തു വരുന്നവർക്ക് ഏകദേശം ഒന്ന് കണ്ടാൽ വേഗം മനസ്സിലാകുമല്ലോ.
അത് കണ്ടതുകൊണ്ടായിരിക്കണം. ഹരി അപ്പോൾ കിരണിനോട് ചോദിച്ചു. സാർ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ, ഞാൻ ഒറ്റയ്ക്കാണ്, കിരൺ പറഞ്ഞു. സാറേ, ഈ പൂട്ട് ആകെ കേടായിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള വേറൊന്ന് വാങ്ങി പുതിയത് ഫിറ്റ് ചെയ്യണം. സാറിന് ഇത് ഇന്ന് തന്നെ മാറ്റണമെന്ന് നിർബന്ധമാണോ? ആ അതെ, ഇന്ന് തന്നെ എന്തായാലും മാറ്റി ചെയ്തേ പറ്റൂ. എനിക്കിന്ന് വയനാട്ടിൽ പോകാനുള്ളതാണ്. വീട് പൂട്ടിയിട്ട് പോകണം. സേഫ്റ്റി ഇല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. എന്നാൽ ശരി സാർ, ഇതിന് പറ്റിയ പൂട്ട് വാങ്ങണം. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരണോ അതോ സാർ വാങ്ങുമോ എന്ന് ഹരി ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞു, നിങ്ങൾ തന്നെ പോയി ഇതിൻ്റെ പാകത്തിന് നോക്കി വാങ്ങിയാൽ മതി. ഞാൻ പൈസ തരാം. വേഗം വന്ന് ചെയ്തു തരണം. എനിക്കിത് കഴിഞ്ഞിട്ട് പുറത്തു പോകാനുള്ളതാണെന്ന് കിരൺ ഒന്നുകൂടെ അവനെ ഓർമ്മിപ്പിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഹരി പുറത്തുപോയി. കുറച്ചു സമയം കൊണ്ട് തന്നെ അവൻ വാതിലിനുള്ള പൂട്ടുമായി തിരികെ വന്നു. മുൻവശം വഴി വീണ്ടും അടുക്കളയിലേക്ക് കയറുമ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ ചുറ്റിലും ഒന്ന് നോക്കി. അവിടെ ആരുമില്ല എന്നാണ് കിരൺ പറഞ്ഞതെങ്കിലും ആ വലിയ വീട്ടിൽ എന്തോ ഒരു നിഗൂഢത ഉള്ളതായി ഹരിക്ക് തോന്നി. ഹരി വാതിലിന്റെ പൂട്ട് ശരിയാക്കാനായി അവിടെ ഇരുന്നു. കൊണ്ടുവന്ന പണിസാധനം ഓരോന്നായി അവൻ ബാഗിൽ നിന്നെടുത്ത് പുതിയ പൂട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിന് താഴെ ഒരു മുടിക്കെട്ട് കിടക്കുന്നത് അവൻ കണ്ടത്. കിരൺ മാത്രമേ ആ വീട്ടിലുള്ളൂ എന്നാണ് കിരൺ അവനോട് പറഞ്ഞത്. ഹരി മുടിയുടെ ആ ചെറിയ കെട്ടെടുത്ത് നോക്കി. അതിലെ മുടിയുടെ നീളം കണ്ടപ്പോൾ അതേതോ ഒരു പെൺകുട്ടിയുടേതാണെന്ന് അവന് മനസ്സിലായി. ചിലപ്പോൾ ഭാര്യയോ പെങ്ങളോ കാണുമായിരിക്കും. പറയാൻ മടിയായിട്ടായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. എന്നാലും അകത്തു നിന്നൊരു വീടിന്റെ പൂട്ട് ഇങ്ങനെയൊക്കെ കുത്തിച്ചതുക്കണമെങ്കിൽ അത് അവിടെയുള്ള ആരോ ചെയ്തതായിരിക്കില്ലേ? നല്ലപോലെ ലോക്ക് തുറന്നു പുറത്തു പോകുന്നതിനു പകരം ഇങ്ങനെ പൊളിച്ചെടുക്കാൻ ആരെങ്കിലും നോക്കുമോ? മനസ്സിൽ സംശയം തോന്നിയെങ്കിലും ഹരി ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു. കിരണിന്റെ ഫോൺ പെട്ടെന്നാണ് റിങ് ചെയ്തത്. വീടിനുള്ളിൽ റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ കിരണിന് അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹലോ ഹലോ എന്ന് കിരൺ അവിടെ നിന്ന് തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഹരിയെ നോക്കി പറഞ്ഞു, വേഗം പണിയെടുത്ത് ശരിയാക്കാൻ നോക്ക്. ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മുൻവശത്തേക്ക് പോയി. ഹരി വേഗം തന്നെ പുതിയ പൂട്ട് ഫിറ്റ് ചെയ്ത് വാതിലടച്ച് തുറന്നു നോക്കിയപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. അവൻ അവന്റെ പണിസാധനങ്ങളെല്ലാം എടുത്ത് ബാഗിലിട്ട് കിരണിന്റെ അടുത്തേക്ക് മുൻവശത്തേക്ക് നടക്കുമ്പോഴും അവന്റെ കണ്ണ് ആ വീടിന്റെ ചുറ്റിലും പരതുകയായിരുന്നു. ഡൈനിങ് ഹാളിലൂടെ മുൻവശത്തേക്ക് നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഹരി പാതി ചാരിയിട്ടുണ്ടായിരുന്ന ആ വാതിൽ കണ്ടത്. ശ്രുതി കിടക്കുന്ന മുറിയുടെ വാതിലായിരുന്നു അത്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരു മിന്നായം പോലെ നിലത്ത് തളർന്നു കിടക്കുന്ന ശ്രുതിയെ അവൻ കണ്ടു. ഒരു നിമിഷം പിന്നോട്ട് തന്നെ വന്ന് ഹരി ഒന്നുകൂടി നോക്കി. വാതിലിന്റെ ചെറിയ വിടവിലൂടെ ആ കാഴ്ച കണ്ട് ഹരി ഞെട്ടിപ്പോയി. കിരൺ കാണുമോ എന്ന പേടിയോടെയാണെങ്കിലും അവൻ മെല്ലെ ഒന്നുകൂടി അവിടേക്ക് നോക്കി. നിലത്ത് നഗ്നശരീരയായി ദേഹത്ത് കീറിപ്പറഞ്ഞ തുണിക്കഷ്ണം മാത്രം ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നു. ശരീരമാകെ മുറിവ് പറ്റിക്കിടക്കുന്ന അവളെ ഹരി ഒന്നുകൂടി നോക്കി. ശേഷം മെല്ലെ വാതിലിനടുത്തു പോയി വാതിലൊന്ന് ചെറുതായി തള്ളി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഹരിയെ വല്ലാതാക്കി കളഞ്ഞു. അവൻ നോക്കുമ്പോൾ ശ്രുതിയുടെ കൈ ചെറുതായി അനങ്ങുന്നുണ്ടായിരുന്നു. ബോധമില്ലാതെ ഒരു കൈ അകറ്റി വെച്ച് കിടക്കുന്ന ആ കുട്ടിയെ ഒരു നോട്ടമേ ഹരിക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. അവനൊന്നും പറയാതെ കിരണിന്റെ അടുത്തേക്ക് മുൻവശത്തേക്ക് നടന്നു. കിരൺ അപ്പോൾ അവിടെ ഫോണിലായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പിറകിൽ ഹരിയെ കണ്ട കിരൺ ഞെട്ടി. നിങ്ങളെന്താ ഇവിടെ, പണി കഴിഞ്ഞോ? അവൻ ഞെട്ടലോടെ ഹരിയോട് ചോദിച്ചു. ആ കഴിഞ്ഞു, ഞാൻ പോകാനിറങ്ങുകയാണ്, ഹരി പറഞ്ഞു. കിരണിനപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി. എപ്പോഴായിരിക്കും ഇവന്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവുക? തന്റെ പിറകിൽ വന്നു നിന്നത് കണ്ടില്ലല്ലോ എന്നൊക്കെയുള്ള സംശയം ഒരു നിമിഷം കൊണ്ട് കിരണിന്റെ മനസ്സിലൂടെ പാഞ്ഞു. ഞാനൊരു കോളിലായിരുന്നു, പണി കഴിഞ്ഞാൽ എന്നെ വിളിക്കേണ്ടേ എന്ന് കുറച്ച് ദേഷ്യത്തിൽ കിരൺ ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ഞാനിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ സാർ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് പൈസ വാങ്ങി പോകാമെന്ന് കരുതി. എത്രയായി എന്ന് ചോദിച്ച് കിരൺ വേഗം പൈസ എടുത്ത് ഹരിക്ക് കൊടുത്തു. ഹരി കിരണിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പുറത്തേക്ക് നടന്നു. പുറത്തെത്തി അവന്റെ ബൈക്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴും അവന്റെ മനസ്സിൽ ആ വലിയ വീട്ടിൽ കണ്ട പെൺകുട്ടിയുടെ ഭയപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു. കിരണിന്റെ സംസാരത്തിലും ആ വീടിന്റെ പൂട്ടിലും അവിടുത്തെ അന്തരീക്ഷത്തിലും ആകെ വശപിശക് തോന്നിയ ഹരി അവിടെ ബൈക്ക് നിർത്തി. ശേഷം കിരണിന്റെ വീട്ടിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം വീണ്ടും ബൈക്കുമായി മുന്നോട്ട് പോകുമ്പോഴും പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നതായി അവന്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കിരണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുൻപോട്ട് പോയാലുള്ള ഒരു ചായക്കടയുടെ അടുത്തായി ഹരി ബൈക്ക് നിർത്തി. ചായക്കടയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചു. ചായ കുടിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടും ഹരി എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ ഇരുന്നു. ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇറങ്ങാമെന്ന് കിരൺ വീട്ടിൽ വെച്ച് ആരോടോ ഫോണിൽ പറയുന്നത് ഹരി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കിരൺ അപ്പോൾ ആ വഴി പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. കിരൺ അതുവഴി പോകാൻ തന്നെയാണ് ഹരി അവിടെ കാത്തിരുന്നത്. റോഡിലൂടെ ഓരോ ബൈക്കും കാറും പോകുമ്പോഴും ഹരി ശ്രദ്ധിച്ചു. ചായക്കടയുടെ സൈഡിലൂടെ ഹരി വണ്ടികളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ കിരണിന്റെ വീട്ടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ റോഡിലൂടെ പോകുന്നത് ഹരി കണ്ടു. കാർ കണ്ടപ്പോൾ ഹരി അതിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കി അത് കിരൺ തന്നെയാണെന്ന് ഉറപ്പിച്ചു. കിരണിന്റെ കാർ റോഡ് കടന്നുപോയി കഴിഞ്ഞ ശേഷം ഹരി അവിടെ നിന്ന് എഴുന്നേറ്റു. ശേഷം അവന്റെ ബൈക്ക് നേരെ കിരണിന്റെ വീട്ടിലേക്ക് തിരിച്ചു. വലിയ വീട്, 2 ആളുകളുടെ ഉയരത്തിൽ പൊന്തിച്ചു കെട്ടിയിരിക്കുന്ന മതിൽക്കെട്ട്. ഹരി ആ വീടിന്റെ മതിലിന്റെ പുറത്തുകൂടെ ചുറ്റും നോക്കിക്കൊണ്ട് നടന്നു. മുൻവശത്ത് എന്തായാലും CCTV ക്യാമറ ഉണ്ടാകുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അവൻ പിറകുവശത്ത് പോയി നോക്കി. അടുക്കള വശത്ത് മതിലിനോട് ചേർന്ന ഒരു ചെറിയ ഗേറ്റ് അവൻ കണ്ടു. മറ്റൊന്നും നോക്കാതെ ഹരി ആ ഗേറ്റ് ചാടിക്കടന്നു. നേരത്തെ കിരണിനൊപ്പം മുൻവശത്തു കൂടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നീളത്തിൽ നായക്കൂട് ഹരി കണ്ടിരുന്നു.
ഇനി അവൻ പുറത്തു പോകുമ്പോൾ നായെ തുറന്നിടുന്നുണ്ടോ എന്നൊരു പേടിയും അതിലൂടെ നടക്കുമ്പോൾ ഹരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ നടന്ന് ഹരി ശ്രുതിയെ കണ്ട മുറിയുടെ ജനലിന് നേരെ എത്തി. ജനലിന്റെ പാളി അവൻ മെല്ലെ തുറക്കാൻ നോക്കിയപ്പോൾ അതെല്ലാം അകത്തുനിന്ന് ലോക്കായിരുന്നു. കുറച്ചുനേരം അവിടെ നിന്ന് ഒന്ന് തങ്ങിക്കളിച്ച ശേഷം ഹരി മറ്റൊന്നും നോക്കാതെ ജനലിന് അവന്റെ കൈകൊണ്ട് തട്ടി. അപ്പോഴും നിലത്ത് തളർന്നു കിടക്കുക തന്നെയായിരുന്നു ശ്രുതി. പ്രതീക്ഷിക്കാതെ ജനലിന് തുടരെയുള്ള തട്ട് കേട്ടപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടി എണീറ്റു പോയി. അവൾ വേഗം ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വെള്ള ജനലിന്റെ അപ്പുറത്തായ ഒരു ആൾരൂപം പോലെ അവൾക്ക് തോന്നി. അത് കിരൺ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്ന ഭയത്തോടെ അവൾ എങ്ങനെയൊക്കെയോ കൈകുത്തി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. വേറെ ആരെങ്കിലും ആണെങ്കിൽ രക്ഷപ്പെടുമല്ലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു അവളുടെ ഉള്ളിൽ. അപ്പോൾ മെല്ലെ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും തുടരെയുള്ള ജനലിന്റെ തട്ട് കേട്ടപ്പോൾ ശ്രുതി അവളുടെ വേദനയൊന്നും നോക്കാതെ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. വേഗം എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് അവളുടെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായത്. കിരണിന്റെ ക്രൂരതയിൽ ബോധമറ്റു കിടക്കുകയായിരുന്നു അവൾ. അപ്പോഴാണല്ലോ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അവൾ വേഗം അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു നൈറ്റി എടുത്തിട്ടു. ശേഷം ജനലിന്റെ അടുത്തേക്ക് പോയി മെല്ലെ ചോദിച്ചു, ആരാ? അകത്തുനിന്ന് ശ്രുതിയുടെ ശബ്ദം കേട്ടപ്പോൾ പകുതി ആശ്വാസം എന്ന പോലെ ഹരി ഒരു ശ്വാസം എടുത്തു. ശേഷം ജനലിനോട് ചേർന്ന് നിന്ന് അവളോട് പറഞ്ഞു, കുട്ടി, ഞാൻ നേരത്തെ അവിടെ വാതിലിന്റെ ലോക്ക് ശരിയാക്കാൻ വന്നിരുന്നു. അപ്പോൾ കുട്ടി അവിടെ തളർന്നു കിടക്കുന്നത് കണ്ടു. എന്തോ ഒരു അപകട സൂചന തോന്നിയത് കൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. കുട്ടിക്ക് എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? ഹരി ജനലിനോട് ചേർന്ന് നിന്ന് ചോദിച്ചപ്പോൾ ഹരിയുടെ ആ ചോദ്യം കേട്ടതും ശ്രുതി പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ആ നരകത്തിലേക്ക് ഇനി ഒരാൾ തന്നെ രക്ഷിക്കാൻ വരുമെന്നോ അവിടുന്ന് തനിക്ക് ഒരിക്കലും പുറംലോകം കാണാൻ കഴിയുമെന്നോ ശ്രുതി കരുതിയിരുന്നില്ല. ഒന്നെങ്ങനെയെങ്കിലും നിലത്തുനിന്ന് എഴുന്നേറ്റു കഴിഞ്ഞാൽ അന്ന് ആത്മഹത്യ ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന അവൾക്കരികിലേക്ക് സഹായം വേണോ എന്ന ആ വാക്കുകൾ എത്തിയപ്പോൾ അവൾ മറ്റൊന്നും നോക്കാതെ ജനവാതിൽ തുറന്നു. ജനൽ തുറന്ന പാടെ അവൾ കാണുന്നത് പുറത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയാണ്. കരിഞ്ഞ പച്ചയും കറുപ്പും ഇടകലർന്ന ചെക്ക് ഷർട്ടും വെള്ളമുണ്ടുമൊക്കെ ധരിച്ചു നിൽക്കുന്ന ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ ഒരു നിമിഷം ശ്രുതി ഒന്ന് നോക്കിപ്പോയി. അതേ സ്ഥാനത്ത് മുഖത്താകെ മുറിവും തുറക്കാൻ കഴിയാത്ത കണ്ണുകളുമായി അകത്ത് ജനലിനരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഹരിയും ഒന്ന് ഞെട്ടിയ പോലെ അവളെ നോക്കി. പെട്ടെന്ന് അവൾ ഹരിയുടെ മുന്നിൽ 2 കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം പ്ലീസ്. നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ച് അവൾ അവിടെ കൈകൂപ്പി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ഹരി പറഞ്ഞു, കുട്ടി കരയണ്ട. ഞാൻ നേരത്തെ അവിടെ വന്നപ്പോൾ കുട്ടി അവിടെ വെറും തറയിൽ കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അടുക്കളയിലെ പൂട്ട് ഞാൻ കുറച്ചു മുൻപേ വെച്ചതാണ്. ഞാൻ ആ വാതിൽ തുറന്നു തരാം. കുട്ടി അതിലെ പുറത്തേക്ക് വരാമോ? ഞാൻ വരാം എന്ന് ശ്രുതി നിധി കിട്ടിയ സന്തോഷത്തിൽ ഹരിയോട് പറഞ്ഞു. ശേഷം അവൾ മറ്റൊന്നും നോക്കാതെ വേഗം അടുക്കളയുടെ വാതിലിനടുത്തു വന്നു. അപ്പോഴേക്കും ഹരിയും അടുക്കള വാതിൽക്കലെത്തി. ഞാൻ തുറക്കാമെന്ന് പുറത്തുനിന്ന് ഹരിയുടെ ശബ്ദം അവൾ കേട്ടു. ഹരി പൂട്ടിന്റെ പണിയെടുത്തവനായതുകൊണ്ട് തന്നെ അവൻ അത് പൂട്ടാനും തുറക്കാനും എളുപ്പമാണല്ലോ. അതുമല്ല, അന്ന് അവിടെ ഫിറ്റ് ചെയ്ത പൂട്ടിന്റെ സ്പെയർ കീ ഹരിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഹരി വാതിൽ തുറന്നുപാടെ ശ്രുതിയെ കണ്ട അവൻ ആകെ ഒന്നുകൂടെ വല്ലാതെയായി. ഒരു പെൺകുട്ടിയെ ചെയ്യാൻ കഴിയാവുന്നതിന്റെ അങ്ങേയറ്റം ക്രൂരമായ അവസ്ഥയിൽ ശ്രുതിയെ കിരൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തു ചെറിയ പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു അവളെങ്കിലും അവളുടെ മുഖത്തുള്ള മുറിവുകളും ഓരോ പാടുകളും അത്രയും വലുതായിരുന്നു. അവൾ വേഗം വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. ദിവസങ്ങൾക്ക് ശേഷം പുറത്തെ വെളിച്ചം കണ്ട ഒരു ആശ്വാസം ശ്രുതിയുടെ കണ്ണിലും മുഖത്തും കാണാമായിരുന്നു. അവൾക്ക് അപ്പോൾ പെട്ടെന്ന് കിരണിന്റെ മുഖമാണ് ഓർമ്മ വന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എവിടെയെങ്കിലും പോകാം, എന്നിട്ട് ബാക്കി പറയാം. ഇവിടെ നിന്നാൽ അപകടമാണെന്ന് ശ്രുതി കരഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചത് കൊണ്ട് തന്നെ ഹരി വേഗം അവളുടെ കൈപിടിച്ചു. ആരാ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ഹരിയുടെ അമർത്തിയുള്ള കൈപിടുത്തത്തിൽ അല്പം സുരക്ഷിതത്വം ശ്രുതിക്ക് തോന്നി. എന്തായാലും കിരണിന്റെ അടുത്ത് അവൾ അനുഭവിച്ചതിൽ കൂടുതലൊന്നും ഇനി മറ്റൊരിടത്തും അനുഭവിക്കാനില്ലെന്ന ധൈര്യമായിരുന്നു ഹരിയുടെ കൂടെ പോകുമ്പോൾ അവൾക്ക് തോന്നിയത്. ഹരി വന്ന അതേ മതിലിനടുത്തുള്ള ഗേറ്റ് വഴിയാണ് അവർ പുറത്തേക്ക് കടക്കാൻ നോക്കിയത്. ഗേറ്റ് അകത്തുനിന്ന് ലോക്കായിരുന്നത് കൊണ്ട് ഹരി വേഗം പോയി അവിടെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയ ചെങ്കല്ല് 3 എടുത്തുകൊണ്ടുവന്ന് ഗേറ്റിന്റെ അടുത്ത് ഇട്ടുകൊടുത്തു. കല്ലിന്റെ ഉയരം വന്നപ്പോൾ ശ്രുതിക്ക് വളരെ എളുപ്പമായി മതിലിന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞു. അതിൽ ചാടി അവർ നേരെ ചെന്നത് ഹരിയുടെ ബൈക്കിനടുത്തേക്കാണ്. ചെറിയ ചാറ്റൽമഴ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവന്റെ വണ്ടിയുടെ മുൻവശത്തെ ബാഗിൽ നിന്ന് മയക്കോട്ടെടുത്ത് ശ്രുതിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിട്ടോളൂ, തലയിലേക്ക് തൊപ്പിയും ഇട്ടോളൂ, പെട്ടെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാകേണ്ട. ഹരി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശ്രുതി അതിട്ടു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന തൊപ്പിയും തലയിലേക്കിട്ടപ്പോൾ ഹരി അവന്റെ കൈ നീട്ടി അവളുടെ താടിക്ക് താഴെയായി തൊപ്പി മുറുക്കി കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ബൈക്കിലായതുകൊണ്ടാണ്, പോകുന്ന വഴിയൊന്നും അയാൾ നമ്മളെ കാണണ്ട, കുട്ടി കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഹരി ബൈക്ക് സ്റ്റാർട്ടാക്കി. മറ്റൊന്നും നോക്കാതെ ശ്രുതി അവന്റെ ബൈക്കിന് പിറകിൽ കയറിയിരുന്നു. ബൈക്ക് മുന്നോട്ടെടുത്തപ്പോൾ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയിരുന്നു. ഹരി തലയിൽ ഹെൽമറ്റ് എടുത്തു വെച്ചു. മഴ കുറച്ചുകൂടി കനത്തിൽ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ശ്രുതിക്ക് മനസ്സിൽ കുറച്ച് ആശ്വാസം തോന്നി.
ഇനി അഥവാ വഴിയിൽ വെച്ച് കിരണിന് അവളെ കണ്ടാലും മനസ്സിലാക്കാൻ കഴിയില്ല. കിരണിന്റെ വീടിന്റെ ചുറ്റുപാടുകൾ വിട്ട് ഹരിയുടെ ബൈക്ക് ഓരോ അടി ദൂരേക്ക് പോകുമ്പോഴും ശ്രുതിക്ക് അത്രയും ആശ്വാസമായിരുന്നു. കാരണം അവന്റെ വീടും അവനും കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് അത്രമേൽ നരകമായിരുന്നല്ലോ. പോകുന്ന വഴി ഹരി അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണ് അവനറിയാതെ തന്നെ നിറഞ്ഞുപോയി. ശേഷം അവൻ നേരെ അവളെയും കൂട്ടിപ്പോയത് സ്റ്റേഷനിലേക്കാണ്. മറ്റൊന്നും നോക്കാതെ കിരണിന്റെ പേരിൽ അവൻ കേസ് കൊടുപ്പിച്ചു. ശ്രുതിയുടെ അവസ്ഥ നേരിൽ കണ്ട പോലീസുകാർ വരെ വല്ലാതെ ഷോക്കായിപ്പോയി. ശ്രുതി ഹരിയുടെ ആരാണെന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ചോദിച്ചപ്പോൾ കൂട്ടുകാരിയാണെന്നാണ് ഹരി പറഞ്ഞത്. അപ്രതീക്ഷിതമായി കിരണിന്റെ വീട്ടിൽ വാതിലിന്റെ പൂട്ട് നന്നാക്കാനായി പോയപ്പോൾ ശ്രുതിയെ അപകടാവസ്ഥയിൽ കണ്ടെന്നും അങ്ങനെ രക്ഷപ്പെടുത്തിയതാണെന്നും ഹരി തുറന്നു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI അപ്പോൾ തന്നെ ശ്രുതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാനായി പറഞ്ഞു. പോലീസ് ജീപ്പിലാണ് ശ്രുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. കൂടെ ഹരിയും ഉണ്ടായിരുന്നു. പീഡന കേസായതുകൊണ്ട് തന്നെ വനിതാ പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വനിതാ പോലീസുകാരുടെ കൂടെ ശ്രുതി അകത്തേക്ക് പോയി. ഹരി മറ്റു പോലീസുകാരോടൊപ്പം പുറത്തിരുന്നു. ശ്രുതിയെ വിശദമായി പരിശോധിച്ച ലേഡി ഡോക്ടർമാർ കിരൺ ചെയ്ത ക്രൂരത എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകി. അത് കിരണിനെതിരെയുള്ള വലിയൊരു തെളിവായിരുന്നു. ആ റിപ്പോർട്ടും കൊണ്ട് അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തേണ്ട താമസം. അപ്പോൾ തന്നെ കിരണിന്റെ ഓഫീസിലെത്തിയ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ശ്രുതിയുടെ ഫോൺ കിരണിന്റെ കൈവശമായതുകൊണ്ട് തന്നെ പോലീസിന് ശ്രുതിയുമായി ബന്ധപ്പെടാൻ ഒരു മൊബൈൽ നമ്പർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഹരിയുടെ നമ്പറാണ് അവൻ അവിടെ കൊടുത്തത്. കേസിന്റെ കാര്യങ്ങൾക്കായി തുടർന്ന് വിളിക്കാമെന്നും ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളാനും പോലീസ് പറഞ്ഞു. പോലീസുകാർ ശ്രുതിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. കാരണം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരവസ്ഥയായിരുന്നില്ല അവൾക്ക്. അച്ഛനും ആങ്ങളെയും ബന്ധുക്കളും അടക്കം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് പറഞ്ഞാണ് കല്യാണം കഴിപ്പിച്ചയച്ചത്. വീണ്ടും അവിടേക്ക് തിരിച്ചു പോയാലും താൻ അനുഭവിച്ചതൊക്കെ എത്രത്തോളം വലുതാണെന്ന് തുറന്നു പറഞ്ഞാലും അവരാരും അത് കണക്കിലെടുക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. ശ്രുതി മൗനമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടോളാമെന്ന് ഹരി അവരോട് പറഞ്ഞു. ശേഷം അവർ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്നിറങ്ങി. അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഹരി അവളെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിലെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് നല്ല ചൂട് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. ഒപ്പം ഹരിയും ചായ കുടിച്ചു. ശേഷം അവളെ വീട്ടിൽ കൊണ്ടുവിടാനായി ബൈക്ക് എടുത്തു. എങ്ങോട്ടാണെന്നറിയാതെ ശ്രുതി ഹരിയുടെ ബൈക്കിൽ കയറി. പോകുന്ന വഴി ബൈക്കിൽ വെച്ച് ഹരി അവളോട് മെല്ലെ ചോദിച്ചു, വീട്ടിൽ കൊണ്ടുവിടട്ടെ? കേസിന്റെ ബാക്കി കാര്യങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് അവർ എന്നെ വിളിക്കുമല്ലോ, അപ്പോൾ ഞാൻ അറിയിച്ചോളാം. ഹരി അത് പറഞ്ഞപ്പോൾ ശ്രുതി ഒന്നും പറഞ്ഞില്ല. ശ്രുതിയുടെ വീട്ടിലേക്കുള്ള റൂട്ട് ഹരിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ സ്ഥലം എവിടെയാണെന്ന് അവൻ അവളോട് ചോദിച്ചു. അപ്പോൾ മെല്ലെ ശ്രുതി അവനോട് പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലോ മറ്റോ ഒന്ന് തൽക്കാലം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ കഴിയുമോ? വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നും കൂടെ അവൾ അവനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരി ബൈക്ക് നിർത്തി. എന്നിട്ട് അവൻ്റെ തലയിൽ നിന്ന് ഹെൽമറ്റ് ഊരി മാറ്റി ബൈക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിലാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് സുഖമില്ലാതിരിക്കുകയല്ലേ? പിന്നെ ഇങ്ങനെ നോക്കാത്ത വീട്ടുകാരുടെ അടുത്താക്കിയിട്ടും വലിയ പ്രയോജനമില്ലല്ലോ. മറ്റെന്തെങ്കിലും സഹായം ചെയ്തു തരാമെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായി ഇന്ന് നാട്ടിൽ പോകേണ്ടതുണ്ട്. മറ്റന്നാൾ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ദിവസമാണ്. അമ്മയ്ക്ക് കിഡ്നി മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷനാണ്. ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല, മലയാളിയുമല്ല. ഇവിടെ വന്നപ്പോൾ മലയാളം പഠിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ വീട് തമിഴ്നാടാണ്. കുറേ കാലമായി എൻ്റെ അമ്മ 2 കിഡ്നിയും തകരാറിലായി കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാ ജോലിക്കും പോയി തുടങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ സാധനം കൊണ്ടുവരുന്ന ചരക്ക് ലോറിയിൽ വന്ന് ഇവിടെ താമസമായതാണ്. ഇവിടുന്ന് ലോറിയിൽ അങ്ങോട്ട് പോകും, അവിടുന്ന് ചരക്കുമായി ഇങ്ങോട്ട് വരും. പിന്നെ അറിയാവുന്ന പണികളൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ സ്വരുക്കൂട്ടി ഇപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷനുള്ള പൈസ ഒപ്പിച്ചു. മറ്റന്നാൾ അഡ്മിറ്റിന് ഡേറ്റ് തന്ന ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് തനിക്ക് വേണ്ടി മറ്റ് സഹായങ്ങളൊന്നും ചെയ്തു തരാനായി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാനിന്ന് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കൽപ്പണിക്ക് പോകുന്ന ശിവദാസേട്ടൻ രാവിലെ ഒരു വില്ലയിലേക്ക് കുറച്ച് സിമൻറ്റ് ഇറക്കാനുള്ള കാര്യവും പിന്നെ തൻ്റെ വീട്ടിലെ പൂട്ട് നന്നാക്കാനുള്ള കാര്യവും പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് കരുതി. എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ അതാവുമല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് എന്തായാലും തനിക്ക് രക്ഷപ്പെടാനായല്ലോ. അതിന് ഞാൻ ഒരു നിമിത്തമായല്ലോ എന്നൊരു സമാധാനം എനിക്കിപ്പോഴുണ്ട്. ഇനി ഇവിടെ നിന്നിപ്പോൾ തിരിച്ചില്ലെങ്കിൽ ഞാൻ സമയത്തിന് നാട്ടിലെത്തില്ല. എനിക്ക് ഇവിടെ അങ്ങനെ ലേഡീസ് ഹോസ്റ്റലോ താമസ സൗകര്യമോ ഒന്നും വലിയ പരിചയമില്ല. പിന്നെ ആരോടെങ്കിലും അന്വേഷിച്ച് പിടിച്ച് തന്നെ സേഫായി എവിടെയെങ്കിലും ആക്കണമെന്ന് വെച്ചാൽ എനിക്കതിന് സമയവുമില്ല. എന്താ ചെയ്യുക? ഹരി നഖം കടിച്ചുകൊണ്ട് ബൈക്കിൽ നിന്ന് തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. ശ്രുതി അപ്പോഴും മറുത്തൊന്നും പറയാതെ തല താഴ്ത്തി അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ തല ഉയർത്തി ഹരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ. തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. മറക്കില്ല ഞാൻ, മരണം വരെ. എന്നെ വീടിനടുത്ത് ഇറക്കി തന്നാൽ മതി. ഞാൻ വീട്ടിൽ പോയിക്കോളാം. അവൾ ഹരിയെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു. ഹരി അപ്പോൾ ശ്രുതിയെ നോക്കിക്കൊണ്ട് മെല്ലെ ചോദിച്ചു, അല്ലെങ്കിൽ താൻ എൻ്റെ കൂടെ നാട്ടിലേക്ക് പോരുന്നോ? ഹരി പെട്ടെന്നത് ചോദിച്ചപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി.
ഒരു പരിചയമില്ലാത്ത ഒരാൾ തൻ്റെ കൂടെ നാട്ടിലേക്ക് പോരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്തു പറയണമെന്ന് ശ്രുതിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം ജീവൻ പണയം വെച്ച് ആ വലിയ വീട്ടിൽ നിന്ന് തന്നെ രക്ഷിച്ചെടുത്തില്ലേ, അതിൻ്റെ ഒരു നന്മ എത്രയായാലും ഹരിയുടെ ഉള്ളിൽ കാണുമെന്ന് മാത്രം ശ്രുതിക്ക് അറിയാമായിരുന്നു. ശ്രുതി ഹരിയുടെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കി. ഹരി അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു പരിചയവുമില്ലാത്ത ഞാൻ കൂടെ വിളിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എന്നാലും തൻ്റെ അവസ്ഥ ഒക്കെ അറിഞ്ഞപ്പോൾ എന്തോ അതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കൂടെ പോരാം. ശ്രുതിക്ക് അപ്പോൾ മറ്റൊന്നും തന്നെ ആലോചിക്കാൻ തോന്നിയില്ല. അവളുടെ മനസ്സിലേക്ക് അപ്പോൾ വന്ന ചിന്ത ഇതായിരുന്നു. വിവാഹം കഴിക്കാൻ വന്ന ആളെക്കുറിച്ച് നല്ലപോലെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ തന്നെ ഒരു ഭാരമായി കണ്ട് കൈയൊഴിഞ്ഞ വീട്ടുകാർ. ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ക്രൂരത സഹിച്ച് തീർത്തും നരകമായ ആ വീട്ടിൽ ജീവിച്ച ദിവസങ്ങൾ. ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ട് കൂടി തൻ്റെ ആ വീട്ടിലെ അവസ്ഥ കണ്ട് ജനലിനടുത്ത് വന്ന് നിന്ന് സഹായം വെച്ച് നീട്ടിയ ഹരിയുടെ രൂപം. അവൾ അപ്പോൾ ഹരിയോട് ചോദിച്ചു, ഞാൻ വന്നാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? വീട്ടുകാരൊക്കെ എന്ത് കരുതും? ഹരി അപ്പോൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കില്ലല്ലോ. തനിക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പോരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അവിടെ തന്നോട് ഇഷ്ടക്കേട് കാണിക്കാനൊന്നും മറ്റാരും ഉണ്ടാവില്ല. തൽക്കാലം താൻ എൻ്റെ കൂടെ പോര്. എന്നിട്ട് നമുക്ക് ബാക്കി കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഹരി അത് പറഞ്ഞപ്പോൾ ശ്രുതി തലയാട്ടിക്കൊണ്ട് അവനോട് പതിയെ മൂളി. ഹരി ബൈക്ക് വീണ്ടും സ്റ്റാർട്ടാക്കി. പിന്നെ നേരെ ചെന്നത് അവൻ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാടക വീടിന് മുൻപിലേക്കാണ്. അവിടെ മുറ്റത്ത് ബൈക്ക് വെച്ച ശേഷം അവിടെ റോഡിനടുത്തായി നിർത്തിയിട്ടിരുന്ന ഒരു വലിയ ലോറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരി ശ്രുതിയോട് പറഞ്ഞു, അതാണ് എൻ്റെ ലോറി, നമുക്കതിൽ പോകാം. ശ്രുതി അങ്ങോട്ട് നോക്കി. ചുവന്ന പെയിൻ്റ് അടിച്ച വലിയ ചരക്ക് ലോറി. അവൾ അവനോടൊപ്പം ലോറിക്കടുത്തെത്തി. ഹരി വേഗം ലോറിയിൽ ചാടിക്കയറിയ ശേഷം അതിൻ്റെ ഡ്രൈവറുടെ സീറ്റിന് ഇപ്പുറത്തുള്ള ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ശ്രുതിയെ നോക്കി. എന്നിട്ട് ലോറിയിൽ നിന്ന് ശ്രുതിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പിടിച്ച് പതുക്കെ കയറിക്കോ. കുറച്ചു ഉയരം കൂടുതലുള്ളതുകൊണ്ട് കയറാൻ പ്രയാസമായിരിക്കും. ശ്രുതി ഹരി വെച്ച് നീട്ടിയ കയ്യിൽ പിടിച്ചു. അവൻ അവളെ ശക്തമായി പിടിച്ച് ലോറിയിലേക്ക് കയറാൻ സഹായിച്ചു. അവൾ കയറിയ ശേഷം ലോറിയുടെ ഡോർ അടച്ചു. അപ്പോഴൊക്കെ മഴ തിമിർത്തു പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രുതി ലോറിയിൽ കയറിയപ്പോൾ ഹരി അവളോട് ഇനി റെയിൻകോട്ട് അയച്ചു മാറ്റിക്കോ എന്ന് പറഞ്ഞു. അവൾക്ക് തല തോർത്താനായി ലോറിയിൽ നിന്നൊരു തോർത്തെടുത്തു കൊടുത്തു. അവൾ ആ തോർത്ത് വെച്ച് തലയും മുഖവും ഒക്കെ തുടച്ചു. ശേഷം ഡ്രൈവറുടെ സീറ്റിനടുത്തുള്ള ചെറിയ ഡോർ തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഹരി പറഞ്ഞു, നല്ല തണുപ്പല്ലേ, ഇത് പുതച്ചിരുന്നോ. നാട്ടിലെത്താൻ ലേറ്റാവും, കുറേ ദൂരം പോകാനുണ്ട്. ശ്രുതി അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പുതപ്പ് വാങ്ങി ദേഹത്ത് പുതച്ചിരുന്നു. പോകുന്ന വഴിയിൽ ലോറി നിർത്തി അവൻ അവൾക്ക് കഴിക്കാനുള്ള ചായയും ഭക്ഷണവും എല്ലാം വാങ്ങിക്കൊടുത്തു. ലോറിയിൽ ഇരുന്ന് തന്നെ ശ്രുതി അത് കഴിച്ചു. കിരണിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം സമാധാനത്തോടെ ഒരു നേരം പോലും അവൾ ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നു. പേടിയോടെ ഇരിക്കുന്നത് കാരണം തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും പട്ടിണിയുമായിരുന്നു. അത്രയും ദിവസത്തിനു ശേഷം അന്ന് ഹരി വെച്ച് നീട്ടിയ ഭക്ഷണമാണ് അവൾ അല്പം സമാധാനത്തോടെ കഴിച്ചത്. നേരം രാത്രിയായി തുടങ്ങിയപ്പോഴും ഹരി ലോറിയിൽ ഡ്രൈവിങ്ങിൽ തന്നെയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ശ്രുതിയുടെ കണ്ണിൽ ഉറക്കം വന്നു. ഹരി കൊടുത്ത ബെഡ്ഷീറ്റും പുതച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ഹരി പറഞ്ഞു, ഈ സീറ്റിൽ നിനക്ക് കിടക്കാൻ കഴിയുന്ന പോലെ കിടന്നോ, എന്നിട്ട് ഉറങ്ങിക്കോ. അവൾ ഹരിക്ക് തൊട്ടടുത്തായുള്ള സീറ്റിൽ ആ പുതപ്പ് പുതച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കിടന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം അന്ന് ഹരിയുടെ ആ ലോറിയിലാണ് അവൾ കുറച്ച് സമാധാനമായി ഉറങ്ങിയത്. ഹരി എന്ന ചെറുപ്പക്കാരനെ ഒട്ടും പേടിയില്ലാതെ അത്രയും ആശ്വാസത്തോടെ അവൾ ഉറങ്ങി. അല്ലെങ്കിലും ഹരിയോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തു കഴിഞ്ഞാൽ ആർക്കായാലും അവനോട് ഇഷ്ടം തോന്നും. അത്രയും മാന്യമായ പെരുമാറ്റമാണ് അവൻ്റെ കയ്യിൽ. ശ്രുതി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് ലോറി ഓടിക്കുന്നതിനിടയ്ക്കൊക്കെ ഹരി നോക്കുന്നുണ്ടായിരുന്നു. അവൻ അവളോട് അപ്പോഴൊക്കെ വല്ലാത്ത ദയയാണ് തോന്നിയത്. പിറ്റേന്ന് രാവിലെ ശ്രുതി കണ്ണു തുറക്കുമ്പോഴേക്കും ഏകദേശം ഹരിയുടെ നാടെത്താനായിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ശ്രുതിക്ക് അപ്പോഴാണ് അവൾ ഹരിയുടെ കൂടെ ലോറിയിലാണെന്ന് ഓർമ്മ വന്നത്. അവൾ വേഗം എണീറ്റ് കണ്ണു തുടച്ചപ്പോൾ ഹരി അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്ഥലം എത്താനായി കേട്ടോ. ശ്രുതി ചുറ്റിലും നോക്കുമ്പോൾ ഒരു നാട്ടിൻപുറത്ത് പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെ ഹരിയുടെ ലോറി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റും കരിമ്പിൻ തോട്ടങ്ങളും പച്ചക്കറിയും ചോളത്തോട്ടങ്ങളും മറ്റു കൃഷിയുമൊക്കെയായ മനോഹരമായ സ്ഥലം. ലോറി കുറച്ചു മുന്നോട്ട് ചെന്നപ്പോൾ റോഡിന് തൊട്ടടുത്തുള്ള വലിയ കുളത്തിൽ മഴവെള്ളം നിറഞ്ഞു പൊങ്ങിയതിൽ കുട്ടികൾ തിമിർത്തു കളിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തിമിർത്തു ഉല്ലസിച്ച് കളിക്കുന്ന കുട്ടികളെ കണ്ട് ശ്രുതി പുഞ്ചിരിയോടെ നോക്കി. ആ കാഴ്ചകളെല്ലാം അവളുടെ കണ്ണിനും മനസ്സിനും ശരീരത്തിനും എത്രയോ ആശ്വാസം പകരുന്നതായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു കരിമ്പിൻ തോട്ടത്തിനടുത്തായി ഹരിയുടെ ലോറി നിർത്തി. ശേഷം അതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ അവനോടൊപ്പം അവൾ നടന്നു. അവർ രണ്ടുപേരും നടന്നെത്തിയത് ഒരു കുഞ്ഞു ഓടിട്ട വീട്ടിലേക്കാണ്. വളരെ ചെറിയ ഓടിട്ട വീടാണെങ്കിലും വെള്ള പെയിന്റ് അടിച്ച് കാണാൻ അത്രയും മനോഹരമായിരുന്നു അവിടം. വൃത്തിയുള്ള മുറ്റവും ചുറ്റിലും പൂക്കളുമെല്ലാമായി വളരെ ഓമനത്വം തോന്നുന്ന വീട്. ചുവന്ന കാവി ഇട്ടുകൊണ്ടുള്ള വരാന്ത നീളത്തിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. ഹരിയെ കണ്ടപ്പോൾ ഹരിയുടെ അമ്മ അകത്തുനിന്ന് വേഗം തപ്പിപ്പിടിച്ച് ഓടി വന്നു. ഹരി വേഗം അമ്മയുടെ കയ്യിൽ പിടിച്ചു. കൂട്ടത്തിൽ ശ്രുതിയെ കൂടി കണ്ടപ്പോൾ ആരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. ആരിത് ഹരി?
അമ്മ സംശയത്തോടെ ചോദിച്ചു. തൻ്റെ നാട്ടിലുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഹരി അമ്മയ്ക്ക് അവളെ പരിചയപ്പെടുത്തി. കയറി വാങ്ങിയ ചെല്ലം, അമ്മ ശ്രുതിയെ നോക്കി പറഞ്ഞു. അപ്പോഴാണ് അവളുടെ മുഖത്തുള്ള പാടുകളും മുറിവുകളും ഒക്കെ അമ്മ കണ്ടത്. ഇതൊക്കെ എന്നാ ഹരി? അത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു. ഹരി അകത്തു കയറി അമ്മയോട് നടന്നതൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിയുടെ അമ്മയുടെ കണ്ണു നിറഞ്ഞൊഴുകിയിരുന്നു. അവർ ശ്രുതിയെ അവരെ കൊണ്ടാവുന്ന പോലെ സമാധാനിപ്പിച്ചു. ശേഷം നിലത്തൊരു പുല്ലുകൊണ്ട് മെടഞ്ഞ പായ വിരിച്ച് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി. ഹരിയുടെ അമ്മ സ്നേഹത്തോടെ വിളമ്പിയ ഭക്ഷണം ശ്രുതി വയറ് നിറയെ കഴിച്ചു. അതുകഴിഞ്ഞ് ഹരി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും ഹരിയുടെ കാര്യങ്ങളും എല്ലാം ശ്രുതിയോട് പറഞ്ഞു. അവൻ അപ്പടിത്താൻ മോളെ, ഒരു ചിന്ന ഉറുമ്പിനെ കൂടെ ദ്രോഹിക്ക മാട്ടേൻ. ரொம்ப പാവமான മനസ്സ് താൻ അവനിക്ക്. എനക്ക് വേണ്ടി, എൻ്റെ ഓപ്പറേഷന് വേണ്ടി ഇത്ര നാൾ മാട് പോലെ എൻ പുള്ളെ കഷ്ടപ്പെട്ടേൻ. അവൻ അന്തനേരം അങ്ങെ വന്നത് മോളുടെ ഭാഗ്യം. എല്ലാം കടവുൾ നിശ്ചയം. സന്തോഷമായിരിക്കെ. അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തലോടി. ശേഷം ശ്രുതിയുടെ മുറിവിലെല്ലാം അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മരുന്ന് വെച്ച് കൊടുക്കുകയും ചെയ്തു. ഹരിയുടെ അമ്മയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ശ്രുതിക്ക് അവളുടെ സ്വന്തം അമ്മയെപ്പോലെ തോന്നി. പിറ്റേന്ന് അമ്മയും ഹരിയും കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിന് പോകാൻ റെഡി ആവുകയായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരി തൊട്ടപ്പുറത്തെ പാട്ടിയുടെ വീട്ടിൽ പോയി ശ്രുതിക്ക് കൂട്ടിനായി അവരെ പറഞ്ഞേൽപ്പിച്ചു. അവരപ്പോൾ തന്നെ വന്ന് ശ്രുതിയെ പരിചയപ്പെടുകയും അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഹരി വീട്ടിലില്ലാത്ത സമയത്ത് ശ്രുതി പാട്ടിയുടെ വീട്ടിലുള്ള എല്ലാവരുമായും വളരെ അടുത്തു. എല്ലാവർക്കും നല്ല പെരുമാറ്റവും സ്നേഹവുമായിരുന്നു. അവർ പറയുന്ന തമിഴ് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും തിരിച്ചു പറയാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതും ശരിയായി വന്നു. ഹരിയുടെ അമ്മയുടെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് ഹരി വീട്ടിൽ വരികയും വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 3 നേരത്തേക്കുള്ള ഭക്ഷണമെല്ലാം ദിവസവും ശ്രുതി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നു നിൽക്കണോ എന്ന് ഇടയ്ക്ക് അവൾ ചോദിച്ചപ്പോൾ ഹരിയാണ് പറഞ്ഞത്, വേണ്ട, അവിടെ എല്ലാ സഹായത്തിനും ആളുണ്ട്. അതാണ് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ടായാലും ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്തത്. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒന്നുകൊണ്ടും ഒരു കുറവുമില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പ്രൈവറ്റ് അല്ലേ നല്ലത് എന്ന് തോന്നി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന ശേഷം അവർ തിരിച്ചു വീട്ടിലേക്കെത്തി. വീട്ടിൽ വന്ന ശേഷം ഹരിയുടെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശ്രുതി ആയിരുന്നു. ഒരു സ്വന്തം മോൾ നോക്കുന്നതിലും വളരെ ഭംഗിയായ എല്ലാ കാര്യങ്ങളും ഹരിയുടെ അമ്മയ്ക്ക് അവൾ ചെയ്തു കൊടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞു വന്നാൽ അമ്മയെ നോക്കാൻ വേറെ ആളെ വെക്കണമെന്ന് കരുതിയിരുന്ന ഹരിക്ക് ശ്രുതി ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹരിയുടെ അമ്മയും ശ്രുതിയും വല്ലാതെ അടുത്തു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പിന്നെ അവളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തെ മുറിവുകളെല്ലാം ഉണങ്ങി പാടുകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ടാൽ ആദ്യത്തേക്കാൾ കൂടുതൽ ഭംഗിയും തോന്നുമായിരുന്നു. ആരോഗ്യമെല്ലാം ശരിയായി വന്ന ശേഷം ഒരിക്കൽ ഹരിയുടെ അമ്മ തന്നെയാണ് ഹരിയുമായുള്ള ശ്രുതിയുടെ കല്യാണക്കാര്യം അവളോട് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് പെട്ടെന്ന് ഞെട്ടലാണ് ഉണ്ടായത്. ആരോരുമില്ലാത്ത അവൾക്ക് അഭയം നൽകിയ വീടായാണ് അവൾക്ക് ആദ്യമൊക്കെ അവിടെ തോന്നിയതെങ്കിലും ഹരിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരിഷ്ടമുണ്ടായിരുന്നു. എങ്കിലും മറ്റൊരുത്തൻ ചവച്ചു തുപ്പിയ തന്നെ പോലെ ഒരാളെ എന്തിനാണ് ഹരിയെപ്പോലെ നല്ലൊരാൾക്ക്? അതുകൊണ്ട് വേണ്ട എന്നതായിരുന്നു അവളുടെ തോന്നൽ. അമ്മ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ശ്രുതി നിന്ന് പതുങ്ങി. അമ്മേ, അത് പക്ഷെ അമ്മയ്ക്ക് അവളോടുള്ള വാത്സല്യം കൊണ്ടും അടുപ്പം കൊണ്ടും തന്നെ ഇനിയുള്ള കാലം ഹരിയുടെയും അവളുടെയും കൂടെ ജീവിക്കണമെന്ന് അമ്മ അവളോട് അപേക്ഷ പോലെ പറഞ്ഞു. സ്വന്തം അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീ തന്നോട് അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. എന്നാലും ഹരിക്ക് തന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമോ എന്ന് ശ്രുതി സംശയിച്ചു. അവൾ മറുപടി പറയാതെ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗുളികയുടെ ക്ഷീണം കാരണം അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ശ്രുതി അപ്പോൾ അടുക്കളയിൽ പിറ്റേന്ന് ദോശയ്ക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരി അങ്ങോട്ട് വന്നത്. കഴിഞ്ഞില്ലേ പണി? ഹരി ശ്രുതിയോട് ചോദിച്ചു. തീരാറായി, ഇതും കൂടിയേ ഉള്ളൂ. ശ്രുതി തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മതി, വന്ന് കിടക്കാൻ നോക്ക്, സമയം ഒരുപാടായി എന്ന് ഹരി ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അരച്ചു കഴിഞ്ഞ മാവിൽ കുറച്ച് കല്ലുപ്പിട്ടിളക്കി മൂടി വെച്ചു. ശേഷം കൈ കഴുകുമ്പോഴും ഹരി അവിടെ അടുക്കളവാതിൽക്കൽ തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഹരി ശ്രുതിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ഒരു നിമിഷം ഹരിയെ തന്നെ നോക്കി നിന്നു. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഹരി വീണ്ടും ചോദിച്ചു. അമ്മ എന്നോട് പറഞ്ഞിരുന്നു എന്ന് ശ്രുതി പറഞ്ഞു. ഹരി ഒന്നും പറയാതെ കുറച്ചു നേരം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. അവളും അവനെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. ഇഷ്ടമല്ലേ നിനക്കെന്നെ? നമുക്കൊരുമിച്ച് ജീവിച്ചുകൂടെ? ഹരി ഒരു കുഞ്ഞു ചിരിയോടെയും പ്രതീക്ഷയോടെയും അത് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു. വേണ്ട, അത് വേണ്ട. എന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള വലിയ മനസ്സുണ്ടായല്ലോ. ഇവിടെ ഒരു അഭയം തന്നല്ലോ. ആ ഒരു നന്ദിയും കടപ്പാടും തന്നെ ഈ ഒരു ജന്മം എനിക്ക് തീർത്താൽ തീരില്ല. അമ്മയെ നോക്കാനായി സഹായത്തിന് വെച്ച ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനത്ത് മാത്രം എന്നെ കണ്ടാൽ മതി. അതല്ലാതെ കൂടുതലൊന്നും ആഗ്രഹിക്കാനുള്ള അർഹത എനിക്കില്ല. മറ്റൊരുത്തൻ നശിപ്പിച്ച ശരീരമാണ് എൻ്റേത്. അവിടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടതായിരുന്നില്ലേ? അത് ഓർമ്മയില്ലേ? ശ്രുതി ഹരിയുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു.
ഓർമ്മയുണ്ട്. ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ആ ഒരു സിമ്പതിയുടെ പേരിലല്ല, ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണെന്ന് അവൻ അവളെ നോക്കി തറപ്പിച്ചു പറഞ്ഞു. ഹരിയുടെ സംസാരം കേൾക്കുമ്പോൾ ഹരി എത്ര ഭംഗിയായാണ് മലയാളം പറയുന്നത് എന്ന് പലപ്പോഴും ശ്രുതിക്ക് തോന്നാറുണ്ട്. ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് ഹരിയുടെ സംസാരം കേട്ടാൽ തോന്നുകയേയില്ല. ഹരിയുടെ മുഖത്തേക്ക് ശ്രുതി കുറച്ചു നേരം നോക്കി. അവളോടുള്ള സ്നേഹവും അടുപ്പവും ദയയും എല്ലാം അവൾക്കപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. ഏട്ടന് തരാൻ ശുദ്ധമായ ഒരു ശരീരം പോലും എനിക്കില്ല, ശ്രുതി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞപ്പോൾ ഹരി ഒന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്ത് ശരീരം? ശരീരമാണോ എല്ലാം? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ കൈയില്ലാത്തവരും കാലില്ലാത്തവരും കണ്ണില്ലാത്തവരും ജീവിക്കുന്നില്ലേ? ഒരുപാട് കുറവുകളുണ്ടായിട്ടും അവരൊക്കെ ജീവിതത്തെ പൊരുതി തോൽപ്പിക്കുന്നില്ലേ? ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ. ഇപ്പോൾ അമ്മയുടെ കാര്യം തന്നെ നോക്കിക്കേ. 2 കിഡ്നിയും തകരാറിലായിരുന്നു. പക്ഷെ അമ്മയുടെ ശരീരത്തിൽ ആ ഒരു അസുഖം വന്നെന്ന് കരുതി എനിക്ക് അമ്മയോടുള്ള ഇഷ്ടം കുറഞ്ഞില്ലല്ലോ. ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇത്രയും പൈസ ചെലവാക്കി അമ്മയെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അതുപോലെ അറിയാതെ അങ്ങനെ ഒരു ദുഷ്ടന്റെ കയ്യിൽ പെട്ടുപോയതിന് നീ എന്തു പിയച്ചു? ഒരു കളങ്കവും നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റി ഞാൻ ശരീരം തളർന്ന് കിടപ്പിലായി പോയാലോ? എൻ്റെ ശരീരം നശിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോ വേണ്ടപ്പെട്ടവരോ എന്നെ ഒഴിവാക്കുമോ? ഇല്ല, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് വേണമെങ്കിൽ അന്ന് നിന്നെ കണ്ടപ്പോൾ എൻ്റെ കാര്യവും നോക്കി പണിയെടുത്ത പണവും വാങ്ങി തിരികെ പോരാമായിരുന്നു. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. ബൈക്ക് ഓരോ മീറ്റർ മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൽ നിന്റെ മുഖവും ആ കിടത്തവും മാത്രമായിരുന്നു. ഉള്ളു പിടഞ്ഞുകൊണ്ടാണ് ഞാൻ തിരികെ വീണ്ടും നിന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ രക്ഷിച്ചെടുത്ത ജീവനാണ് നിന്റേത്. അതുകൊണ്ട് തന്നെ അതിനി എനിക്ക് വേണം. ശരീരത്തിനും പണത്തിനും സൗന്ദര്യത്തിനും അങ്ങനെ എല്ലാത്തിനും അപ്പുറത്ത് നമുക്കൊരു വ്യക്തിയോട് സ്നേഹം കാണില്ലേ? അത് മാത്രമേ ഞാൻ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ. ഹരി അത് പറയുമ്പോൾ ശ്രുതി കരയുകയായിരുന്നു. നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അരക്കെട്ടിലൂടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളെ അവനോട് ചേർത്തു നിർത്തി. എന്നിട്ടൊന്നുകൂടി അവളോട് പറഞ്ഞു, ശരിക്കും അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ്. എന്നിട്ട് അവളുടെ നെറുകിൽ ഉമ്മ വെച്ചു. അത്രയും ദിവസത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു ഹരി അവളെ അവനോട് അത്ര അടുത്തു നിർത്തുന്നതും സ്പർശിക്കുന്നതുമെല്ലാം. അതുവരെ ഒരു അപമര്യാദയായ പെരുമാറ്റം പോലും ശ്രുതിക്ക് അവൻ്റെ അടുത്തു നിന്നുണ്ടായിട്ടില്ല. മറക്കണം, നാടും വീടും ഒറ്റപ്പെടുത്തിയവരെയും ഉപദ്രവിച്ചവരെയും ഒക്കെ മറക്കണം. എന്നിട്ട് ഇവിടെ നിന്നൊരു നല്ല ജീവിതം തുടങ്ങാം. നമുക്ക് നമ്മളെ കാണൂ, മറ്റുള്ളവരെ ഓർത്ത് ജീവിതം നശിപ്പിക്കരുത്. ഹരി അത് പറയുമ്പോഴും ശ്രുതി അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അവൻ്റെ ആ ചേർത്തുപിടുത്തത്തിൽ അവൾ അതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും ഇല്ലാതാവുന്നതുപോലെ അവൾക്ക് തോന്നി. കുറച്ചു നേരം കൂടി അവിടെ നിന്ന് അവളെ തലോടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ഹരി കിടക്കാനായി പോയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ തൊട്ടടുത്തുള്ള കോവിലിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു. അന്ന് വരെ ശ്രുതി അമ്മയുടെ മുറിയിലായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ അന്ന് കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്തുകൊണ്ട് അമ്മ അവളെ ഹരിയുടെ മുറിയിൽ കൊണ്ടു ചെന്നാക്കി. മേശപ്പുറത്ത് പാൽ ഗ്ലാസ് വെച്ച ശേഷം ശ്രുതി അവിടെ കട്ടിലിൻ്റെ ഒരു ഓരത്തിരുന്നു. ശേഷം ഹരിയുടെ മുറി ചുറ്റിലും ഒന്ന് നോക്കി. ചെറിയ വീടാണെങ്കിലും വളരെ വൃത്തിയായിരുന്നു ഹരിയുടെ വീട്ടിൽ എല്ലായിടത്തും. വൃത്തിയിൽ വിരിച്ചിട്ട വെള്ളയിൽ ചുവപ്പും റോസും പൂക്കളുള്ള കിടക്കവിരി, ഒരു ചെറിയ അലമാര, മുകളിൽ ചിത്രപ്പണികളോടുകൂടെ മരത്തിൻ്റെ പലക അടിച്ചിരിക്കുന്നു. ചുവരിൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ, ഒരു ചെറിയ ഫാൻ, മുറിയുടെ ഒരു സൈഡിലായ ഒരു കുഞ്ഞു മേശ. എല്ലാത്തിലേക്കും ശ്രുതി മാറി മാറി നോക്കി. ആ കുഞ്ഞു മുറിയിലെ എല്ലാ സാധനങ്ങൾക്കും വല്ലാത്തൊരു ഭംഗി അവൾക്ക് തോന്നി. കിരണിൻ്റെ പോലെ വലിയ വീടല്ല, പക്ഷെ ചെറുതാണെങ്കിലും സ്വർഗത്തേക്കാൾ സമാധാനമായിരുന്നു അവൾക്കവിടെ. അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് ഹരി അങ്ങോട്ട് വന്നത്. ശ്രുതിയെ കണ്ടപാടെ അവനൊന്ന് ചിരിച്ചു. ശേഷം വാതിൽ കുറ്റിയിട്ട് അവളുടെ അരികിലേക്ക് വന്നു. കട്ടിലിൽ നിന്ന് എണീക്കാൻ നോക്കി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി 2 കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചു. എല്ലാം പോട്ടെ, ഇനി ഇതാണ് നമ്മുടെ ജീവിതം. അവനത് പറഞ്ഞപ്പോൾ ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ അവളെയും ചേർത്തുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. ആദ്യരാത്രിയിൽ കിരൺ ചെയ്തതുപോലെ അവളെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തമാക്കിയില്ല. അത്രമേൽ സ്നേഹത്തോടെ, കരുതലോടെ, വാത്സല്യത്തോടെ ഹരി അവളെ അവൻ്റേതാക്കി മാറ്റി. ശേഷം കൊടുക്കാവുന്ന വാത്സല്യം അത്രയും കൊടുത്തുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിൽ കിടത്തി തലോടി ഉറക്കി. മറ്റൊരു ക്രൂരൻ ആ പാവം പെൺകുട്ടിയോട് ചെയ്തു കൂട്ടിയ തെറ്റിന് തന്നിലൂടെ ഒരു പരിഹാരമാവട്ടെ എന്ന് ഹരി കരുതി. ആദ്യരാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് ഹരിയാണ്. അവൻ നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു. അവൻ്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന ശ്രുതിയെ അവൻ മെല്ലെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. ശേഷം അവളെ ഉണർത്താതെ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് ഹരിയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത് മഹാപാപിയായ കിരണിൻ്റെ വീട്ടിൽ മരിച്ച പോലെ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന പഴയ ശ്രുതിയുടെ മുഖമായിരുന്നു. ആ രംഗം അവൻ്റെ മനസ്സിനെ വീണ്ടും വല്ലാതെ വേദനിപ്പിച്ചു. അവൻ നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് ഉറങ്ങുന്ന അവളുടെ ചുണ്ടിൽ മെല്ലെ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. എന്നിട്ട് തലയിൽ ചെറുതായി തലോടിക്കൊണ്ട് അവൾ അറിയാതെ പതിയെ അവളോട് പറഞ്ഞു, ഞാനുണ്ട്, ഇനി എന്നും
ഒരുത്തനും വലിച്ചേക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ലട്ടോ. ശേഷം നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആ മുറിയിൽ നിന്ന് പുറത്തുപോയി. ദിവസങ്ങൾ മുന്നോട്ടു പോയി. കിരൺ കൊടുത്ത വേദനകളും അതുവരെ അവൾ അനുഭവിച്ച മറ്റെല്ലാ വേദനകളും മറക്കാൻ തക്കത്തിലുള്ള സ്നേഹമായിരുന്നു ഹരിയിൽ നിന്നും അമ്മയിൽ നിന്നും തുടർന്ന് അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പഴയതൊന്നും ഓർക്കാനുള്ള ഒരു നിമിഷം പോലും ഹരി അവൾക്ക് കൊടുത്തില്ല. അത്രയും സ്നേഹം കൊണ്ട് അവൻ വീർപ്പ് മുട്ടിച്ചു. ആ നിഷ്കളങ്ക സ്നേഹത്തിന്റെ പ്രതീകമെന്നോണം 9 മാസങ്ങൾക്കിപ്പുറം ഇന്ന് ശ്രുതിയുടെ വയറ്റിൽ ഹരിയുടെ കുഞ്ഞുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ പൊന്നോമനക്കായുള്ള കാത്തിരിപ്പിലാണ്. ഒരു ദിവസം സന്ധ്യ മയങ്ങി വരുന്ന സമയം ഹരിയുടെ വീടിനു മുന്നിലുള്ള കരിമ്പിൻ തോട്ടത്തിനിടയിലെ വരമ്പിലൂടെ ശ്രുതിയും ഹരിയും കഥ പറഞ്ഞു ചിരിച്ചു കളിച്ചു നടക്കുകയായിരുന്നു. നിറവയറും താങ്ങി പിടിച്ച് നടക്കുന്ന ശ്രുതിയുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് അവളുടെ വയറിനൊരു താങ്ങു കൊടുത്തുകൊണ്ട് അവളുടെ വയറിന്റെ മീതെ ഹരിയുടെ കൈയുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വയറ്റിനകത്ത് കിടന്ന് ഹരിയുടെ കൈയിലേക്ക് അവരുടെ കുഞ്ഞു തുള്ളിച്ചവിട്ടുന്നുണ്ടായിരുന്നു. അതെ, ഇനി കുറച്ചു ദിവസങ്ങളേ ഉള്ളൂ. അവർ ജനിക്കാൻ പോകുന്ന അവരുടെ പ്രാണനെ കാത്തിരിക്കുകയാണ്. ജീവിതം അങ്ങനെയാണ്. എല്ലാം തകർന്നടിഞ്ഞു. പ്രതീക്ഷയുടെ ഒരു കണിക പോലും ബാക്കിയില്ലാതെ ഇനി മരണമേ ഉള്ളൂ എന്ന് കരുതുന്നിടത്തു നിന്നാവും ചിലപ്പോൾ ദൈവം നമുക്കൊരു പുതിയ വഴി തുറന്നു തരിക. ഹരിയെപ്പോലെ നല്ല മനസ്സുള്ള ആൺകുട്ടികൾ ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് താങ്ങാവട്ടെ.